सिद्धगन्धर्वजारणेः एवं ब्रह्मविश्वासाक्षात्त्रं सृज्यायो लेभे ब्रह्मवर्चसः विश्वामित्रस्य जीवासन् पुत्राय एकशतन्द्रमामध्यवस्तमधिच्छन्दामधिच्छन्दसेवदेवत्रं कृत्वा शनसेवं देवरामं च भार्गवं माजीगतं सुधानाः ज्येष्ठयेष प्रकल्पितां योगे हरिश्चन्द्रमखे विक्रीडपुरुषपशुस्तुत्वा देवान् प्रदेशादिमुदेवासुरन्धरात् योरादो देवजनेकेवेकादुषितामसा देवरादिविख्यातस्वनस्येवस्य भार्गवायो मधुच्छन्दसोज्येष्ठाः कुशलमेनवेददल् असभक्तान् विक्रुद्धो मेच्छां भवदुर्दिनाः सहोवान्मधिच्छन्दासार्थं पञ्चाशतामजा येनो भवान् सञ्जानीते तस्मिन् सृष्टामखे वयं ज्येष्ठं मन्दरशब्दकृस्वामन्नञ्जोऽयं महिष्यामित्रसुधानाः वीरवन्दो भविष्यथा ये मानन्मेरुण्डन्नो वीरवन्दमघट्टवान् येषव कुशिका वीरो देवराजस्तमन्वितान्ये च अष्टकः आरीदये एवं कौशिकवक्त्रं तु विश्वामित्रय्य पृथग्विधं भवदान्तरमापन्नं दद्धिः एवं प्रकल्पितं श्रीहरये नमः इति श्रीमद्भागवते महापुराणे नवमे षोडशोऽध्याय सर्वत्र गोविन्दनाम संकीर्तनम्। हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। അഷ്ടമസ്കന്ധത്തില് ഇനി ഒരു അവതാര കഥ കൂടി ബാക്കിയുണ്ട്. അതായത് നമ്മൾ വാമനാവതാരം ഒരുവിധം പറയാനുള്ളതൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. വിസ്തരിച്ച് പറയണമെങ്കിൽ കുറേ ഉണ്ട്, തീരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ സപ്താഹത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാവുന്ന പരമാവധി പറഞ്ഞു. ഓണത്തിന്റെ താല്പര്യം എല്ലാവരും ഉള്ളിൽ ഓർമ്മ വയ്ക്കുക. ഭഗവാന്റെ വാമന ജയന്തിയാണ്. മഹാബലിയെ നമുക്ക് സ്മരിക്കാം. പക്ഷെ മഹാബലി കേരളം ഭരിച്ചിട്ടില്ല, കേരളം കണ്ടിട്ടില്ല, കേരളവുമായിട്ട് കുലബന്ധം പോലും ഇല്ല. അതുകൊണ്ട് കേരളത്തിലേക്ക് വരണമെന്ന് അദ്ദേഹം ആരോടും ചോദിച്ചിട്ടുമില്ല. ആരോടെങ്കിലും ചോദിച്ചോ കേരളത്തിലേക്ക് വരാൻ അനുമതി വേണമെന്ന്? ഭാഗവതത്തിലില്ല, ഒരു പുരാണങ്ങളിലും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ലോകം മുഴുവൻ കാണുമായിരുന്നു അല്ലെ? അദ്ദേഹം ലോകം മുഴുവൻ പിടിച്ചടക്കിയ ചക്രവർത്തിയായിരുന്നില്ലേ? ലോകാനാം ഏക ഈശ്വര എന്നല്ലേ പറഞ്ഞത്. അപ്പോ കേരളം മാത്രം കാണാനാ വരിക? താൻ ഭരിച്ച രാജ്യങ്ങൾ മുഴുവൻ കാണണ്ടേ? അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കഥ ഈ മാവേലിയായിട്ട് ബന്ധപ്പെട്ടതല്ല. ആരെങ്കിലും അങ്ങനെ പറയുന്നെങ്കിൽ അവരുടെ സ്വന്തം മാവേലിയാണ് അവർ, അല്ലേ? മഹാബലി ധർമ്മനിഷ്ഠനാണ്, ത്യാഗിയാണ്. അദ്ദേഹത്തിന്റെ കുഴപ്പമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അജ്ഞാനം, ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ. അതുകൊണ്ടുണ്ടായ അഹങ്കാരം. ആ അഹങ്കാരത്തെ ഭഗവാൻ വിശ്വരൂപ ദർശനത്തിലൂടെ മാറ്റിക്കൊടുത്തു. വിശ്വരൂപ ദർശനം കണ്ട ശേഷം മഹാബലി ആളാകെ മാറി. പഴയ മഹാബലിയെ അല്ല. അത് വിശദമായിട്ട് ഭാഗവതത്തിൽ പഠിക്കുന്നവർക്ക് അറിയാം. അപ്പൊ എന്തായാലും ആ കഥ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു കഥയാണ് 24-ാം അധ്യായത്തില് മത്സ്യാവതാര കഥ. ഭഗവാൻ ചെറിയൊരു ശരീരമെടുത്ത് പിന്നെ വലുതായി ദർശനം കൊടുത്ത മറ്റൊരു അവതാരം കൂടി എന്ന് പറയും, അല്ലെ? മറ്റത് വാമനനായി അവതരിച്ച് വലിയ ത്രിവിക്രമനായി ദർശനം തന്നു. ഇവിടെയും മത്സ്യം ആദ്യം ചെറിയൊരു രൂപത്തില് ദർശനം കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് ആ മഹാമത്സ്യമായിട്ട് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോ ആ കഥയിലേക്ക് വരാം. ഈ കഥ എപ്പോഴാണ് നടക്കുന്നത്? ബ്രഹ്മാവിന്റെ പ്രളയകാലത്താണ്. നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞില്ലേ? ബ്രഹ്മാവിന്റെ പകലിന്റെ പേര്
കൽപ്പം രാത്രി നൈമിത്തിക പ്രളയം, അതായത് ബ്രഹ്മാവ് രാത്രി ഉറങ്ങുന്ന സമയമാണ് ഈ നൈമിത്തിക പ്രളയം. അങ്ങനെ ഒരു നൈമിത്തിക പ്രളയത്തിലായിരുന്നു ഈ അവതാരന്മാരുടെ ഭഗവാന്റെ മത്സ്യാവതാരം. ഇതെന്തിനാ ഈ അഷ്ടമസ്കന്ധത്തിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ മന്വന്തര കഥയാണല്ലോ ഇതിൽ പറയുന്നത്. അപ്പൊ മന്വന്തരത്തിനും അതീതമായിട്ടുള്ള ഒരു കാലമാണ് പ്രളയകാലം. മന്വന്തരം എവിടെയാണുള്ളത്? ബ്രഹ്മാവിന്റെ പകലാണ് ഇല്ലേ, 14 മന്വന്തരങ്ങൾ. നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞാല് ബ്രഹ്മാവിന്റെ രാത്രിയാണ്. അപ്പൊ രാത്രിയിലെ കഥ എന്തിനാ പിന്നെ മന്വന്തര കഥയിൽ പറയുന്നത് എന്ന് സംശയം ചോദിക്കേണ്ടതാണ്. ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നില്ല എന്നർത്ഥം. ചിന്തിക്കാത്തവർക്ക് അല്ലെ കഥയിൽ ഇപ്പം എന്തിനാ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ കഥയും കേട്ട കഥയൊക്കെ വിഴുങ്ങിയിട്ട് പോകാൻ പാടില്ല. അങ്ങനെയാണ് നിങ്ങൾ മാവേലി കഥയും വിഴുങ്ങിയത്. എല്ലാ കഥയും നമ്മൾ കിട്ടിയതൊക്കെ വിഴുങ്ങേണ്ട കാര്യമില്ല, വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഏത് കഥയെക്കുറിച്ചും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. അതിൽ ഉത്തരം കിട്ടിയാലേ സമാധാനം ആവാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ സംസ്കാരം തന്നെ. സനാതന ധർമ്മത്തില് ചോദ്യം ചോദിക്കാൻ അനുവാദമുണ്ട്, ഒരു പ്രോഹിബിഷനും ഇല്ല. കാരണം ഇവിടെ എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുള്ളത് ചോദ്യോത്തര രീതിയിൽ സംവാദ രൂപത്തിലാണ്. വേദങ്ങളിൽ പോലും ഉപനിഷത്തുക്കളിൽ പോലും ഗുരുശിഷ്യ സംവാദ രൂപത്തില് കാണാം നമുക്ക്. ചില ഉപനിഷത്തുക്കൾ മാത്രമേ മന്ത്രോപനിഷത്തുക്കൾ എന്നുള്ള ഇതിൽ പെടുള്ളൂ. മന്ത്രോപനിഷത്തുക്കൾ എന്ന് പറഞ്ഞപ്പോൾ ഈശാവാസ്യ ഉപനിഷത്ത് ഒരു മന്ത്രോപനിഷത്താണ്. അത് വെറും ഒരു ഋഷിയുടെ ഒരു അനാവരണങ്ങളാണ്, ഒരു റെവലേഷൻസ് ആണ്. അദ്ദേഹം ആ പ്രപഞ്ച സത്യത്തെ റിയലൈസ് ചെയ്തത് വിളിച്ചു പറയുന്ന പോലെയുള്ള ഒരു പ്രഖ്യാപനങ്ങളാണ്. അവിടെ ഒരു ഗുരുശിഷ്യനില്ല. എന്നാൽ മിക്കവാറും ഉപനിഷത്തുകളിലൊക്കെ ഗുരുശിഷ്യ സംവാദങ്ങളാണ്. ഉദാഹരണത്തിന് കടോപനിഷത്ത് കേട്ടിട്ടില്ലേ? ആര് തമ്മിലുള്ള സംവാദമാണ്? നചികേതസ് എന്നൊരു ബാലൻ യമരാജാവിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തോടുള്ള ചോദ്യോത്തരങ്ങളാണ്. അതുപോലെ ഒരു ഉപനിഷത്തിന്റെ പേര് തന്നെ പ്രശ്നോപനിഷത്ത് എന്നാണ്. ഇതെന്ത് പേരാപ്പോ അത് അല്ലെ? മലയാളികൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ പ്രോബ്ലംസ് ആണ്. പക്ഷെ പ്രശ്നം എന്നാൽ സംസ്കൃതത്തിൽ ചോദ്യം എന്നാണ്. പ്രശ്നം ചെയ്യാന്നാൽ ചോദ്യം ചെയ്യാം. ഇപ്പൊ ജ്യോതിഷികളുടെ പ്രശ്നം വെപ്പ് എന്താണ്? ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് പ്രശ്നം വെപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രശ്നം പൃച്ഛതി എന്ന ക്രിയാരൂപം ചോദ്യം ചെയ്യുന്നു, ചോദിക്കുന്നു ആണ് പൃച്ഛതി. അതിന്റെ നൗണാണ് പ്രശ്നം, ചോദ്യം. അപ്പൊ ഒരു 6 ശിഷ്യന്മാര് ഒരു ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അങ്ങനെ 6 ശിഷ്യന്മാർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരിയായിട്ട് ഗുരു പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രശ്നോപനിഷത്ത്. അപ്പൊ അങ്ങനെ കേനോപനിഷത്ത് എടുത്താലും ഏത് ഉപനിഷത്തുകൾ എടുത്താലും അവിടെയൊക്കെ വേദാന്തത്തിൽ ചോദ്യോത്തരമുണ്ട്. ഇനി ശങ്കരാചാര്യർ പോലും തന്റെ സ്വതന്ത്രമായിട്ട് കൃതികൾ അവതരിപ്പിക്കുന്നത് പോലും പലപ്പോഴും ചോദ്യോത്തര രീതിയിലാണ്. പുരാണങ്ങളും ഇതിഹാസങ്ങളും മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യോത്തരങ്ങളെ ഉള്ളും സ്വതന്ത്രമായിട്ട് ഒന്നുമില്ല. അവിടെ ഒരു ആരെങ്കിലും ഒരാൾ മുമ്പിൽ ഇരുന്ന് ഏതെങ്കിലും സംശയം ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ചോദ്യം ചെയ്യണം, എന്നിട്ട് വേണം ബോധ്യം വരാൻ. അപ്പൊ ഇവിടെ ഈ അഷ്ടമസ്കന്ധത്തിൽ മന്വന്തര കഥയ്ക്ക് അതീതമായിട്ടുള്ള പ്രളയകാലത്തെ, നൈമിത്തിക പ്രളയകാലത്തെ ഭഗവാന്റെ അവതാര കഥയാണ് ഈ മത്സ്യാവതാരം. എന്താണ് അതിവിടെ കാണിക്കാൻ കാരണം വെച്ചാൽ ഭഗവാന്റെ കാലാതീതത്വത്തെ സൂചിപ്പിക്കാനാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ മന്വന്തര കാലത്ത് എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിന്ന്, എല്ലാ കാലത്തും നിറഞ്ഞു നിന്ന് ലോകത്തെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അത് ബ്രഹ്മാവിന്റെ സൃഷ്ടികാലത്ത് മാത്രമല്ല, പ്രളയകാലത്തും ഭഗവാൻ നിറഞ്ഞു നിന്ന് ലോകരക്ഷ ചെയ്യുന്നു എന്നത് കാണിക്കാനാണ് പ്രളയകാലത്ത് ബ്രഹ്മാവിന്റെ ഉറക്കം സമയത്ത്, നൈമിത്തിക പ്രളയ സമയത്തും ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നത്. അവിടെ എന്തിനായിരുന്നു ഭഗവാൻ അവതരിച്ചത്? പ്രധാനമായിട്ടും ആ ബ്രഹ്മദേവൻ ഉറങ്ങുന്നതായിട്ടുള്ള സമയത്ത് ബ്രഹ്മദേവന്റെ കൈകളിൽ നിന്ന് വേദങ്ങളെ ഹയഗ്രീവൻ എന്ന് പറഞ്ഞൊരു അസുരൻ അപഹരിച്ചു എന്നാണ്. അപ്പോ ആ ഹയഗ്രീവന്റെ കയ്യിൽ നിന്ന് വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മദേവന് കൊടുക്കാനും ആ ഹയഗ്രീവനെ വധിക്കാനുമായിട്ടാണ് ഭഗവാന്റെ മത്സ്യാവതാരം എന്ന് ഇവിടെ പറയുന്നത്.
അപ്പോ ഉറക്കത്തിൽ ബ്രഹ്മദേവന് നഷ്ടപ്പെടുന്ന അറിവെല്ലാം സംരക്ഷിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ നമ്മുടെ അറിവൊക്കെ ആരാ സംരക്ഷിക്കുന്നത്? വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ അറിവൊക്കെ ആരാ സംരക്ഷിക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. അപ്പോ നമ്മൾ ഈ ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാത്രമല്ല, സുഷുപ്തിയിലും നമ്മൾ ഉറങ്ങുമ്പോഴും, നമ്മൾ ബോധം കെട്ട് ഉറങ്ങുമ്പോഴും നമ്മുടെ എല്ലാ അറിവുകളെയും ഓർമ്മകളെയും സംരക്ഷിച്ചു നിർത്തി നാളെ രാവിലെ നമ്മൾ ഉണരുമ്പോൾ നമുക്കതെല്ലാം ഏൽപ്പിച്ചു തരുന്നതാരാ? ഈ രക്ഷകനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇതേ രീതിയിൽ അതിനെ കാണുക. ബ്രഹ്മാവിന്റെ ആ ഉറക്കത്തെയും, ബ്രഹ്മാവ് ഉറങ്ങിയ സമയത്ത് ഹൈഗ്രീവൻ എന്നൊരു അസുരൻ വന്ന് ഈ വേദങ്ങൾ അപഹരിച്ചു എന്നും, പിറ്റേ ദിവസം അദ്ദേഹം കൽപ്പത്തിന് അഥവാ അടുത്ത ദിവസം ഉണരാൻ സൃഷ്ടി ചെയ്യണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തിന് സൃഷ്ടിക്കുള്ള അറിവ് വേണം. ആ അറിവ് വേദങ്ങളാണ്. അപ്പോ അത് നഷ്ടപ്പെട്ടു പോയി. അതിനെ വീണ്ടെടുത്ത് കൊടുക്കുകയാണ് ഈ മത്സ്യാവതാര കഥ. അപ്പൊ ആ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ കൽപ്പം ബ്രാഹ്മകൽപ്പം എന്ന് പറഞ്ഞ ആസീത് അതീത കൽപ്പാന്തേ ബ്രാഹ്മോ നൈമിത്തികോ ലയ സമുദ്രോപപ്ലുതാസ്തത്ര ലോകാ ഭൂരാദയോ നൃപ. അപ്പൊ ഒരു ബ്രാഹ്മകൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ രാത്രി. ബ്രാഹ്മോ നൈമിത്തികോ ലയ, കഴിഞ്ഞ കൽപ്പത്തിന് മുമ്പ് എന്താ പറയാ അവസാനം. അപ്പൊ കഴിഞ്ഞ ബ്രഹ്മദേവന്റെ ഇന്നലെയുടെ പേര് അത് പാത്മകൽപ്പം എന്നാണ്. ആ പാത്മകൽപ്പം കഴിഞ്ഞ് ഇന്നത്തെ കൽപ്പത്തിന്റെ പേരെന്താണ്? ശ്വേതവരാഹ കൽപ്പം. അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ? അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഞാൻ രാവിലെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോ ഇപ്പോഴത്തെ കൽപ്പത്തിന്റെ പേര് ശ്വേതവരാഹ കൽപ്പം. ഇന്നലത്തെ കൽപ്പത്തിന്റെ പേര് പാത്മകൽപ്പം. ഇന്നലെ ബ്രഹ്മാവിന്റെ ഇന്നലെ പാത്മകൽപ്പം, ഇന്ന് ശ്വേതവരാഹ കൽപ്പം. ബ്രഹ്മാവിന്റെ ദിവസം കേട്ടോ, നമ്മുടെ ദിവസമല്ല. നമുക്ക് ഇന്നലെ ശനിയാഴ്ച, ഇന്ന് ഞായറാഴ്ച, അല്ലെ? അപ്പൊ ആ പാത്മകൽപ്പം കഴിഞ്ഞ് ആ രാത്രി, അത് ഇന്നലെ രാത്രി എന്ന് നമ്മൾ പറയും, അല്ലെ? നമ്മുടെ ഇന്നലെ രാത്രി പോലെ ബ്രഹ്മാവിന്റെ ഇന്നലെ രാത്രി നടന്നതാണ് ഈ കഥ, ഈ എന്താ പറയുക ഭഗവാന്റെ അവതാര കഥ. അപ്പോ അതിന് തൊട്ടു മുമ്പായിട്ട് കഴിഞ്ഞ കൽപ്പത്തിന്റെ അവസാനം ഈ പ്രളയം ആരംഭിക്കുന്നതിന് അതാ സന്ധ്യ സമയം എന്ന് പറയാൻ വേണമെങ്കിൽ ഇന്നലെ സന്ധ്യയ്ക്ക് അതൊരു ദിവസമായിരുന്നു. അപ്പോ ഇവിടുത്തെ ഒരു രാജാവ്, സത്യവ്രതൻ എന്ന് പേരുള്ളതായിട്ടുള്ള ഒരു രാജാവ്, അദ്ദേഹം എന്താണ് പാണ്ഡ്യദേശത്തെ രാജാവ് തന്നെയാണ്. തമിഴ്നാട് പാണ്ഡ്യദേശം, അവിടുത്തെ രാജാവാണ് സത്യവ്രതൻ. അദ്ദേഹം വളരെ നല്ലൊരു ഭക്തനാണ്, ഭഗവത് ഭക്തനാണ്, വിഷ്ണു ഭക്തനാണ്. അദ്ദേഹം തന്റെ നിത്യകർമ്മങ്ങൾക്കായിട്ട് അടുത്തുള്ളതായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാജ്യത്തുള്ള കൃതമാല എന്ന് പറയുന്ന നദിയിൽ പോകും. മധുരയില് വൈഗൈ എന്നൊക്കെ പറഞ്ഞ നദിയുണ്ട്. ആ വൈഗൈ നദി ആയിരിക്കണം കൃതമാല എന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്ന് താമ്രപർണി എന്ന് പറഞ്ഞ് തിരുനെൽവേലി ഭാഗത്തൊരു നദിയുണ്ട്. അതിനെക്കുറിച്ച് അതേ പേരിൽ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ താമ്രപർണി, കൃതമാല അതൊക്കെ അടുത്തടുത്തുള്ള നദികളാണ്, മധുരയിലും തിരുനെൽവേലിയുമായിട്ട്. അപ്പോ തമിഴില് വൈഗൈ എന്ന് അതിന് പറയുന്നു. അതുകൊണ്ട് കൃതമാല എന്നുള്ള പേര് പോപ്പുലർ അല്ല. താമ്രപർണി എന്ന് പറഞ്ഞ നദിയെ തമിഴന്മാര് പറയുന്നത് താമരഭരണി എന്നാണ്. താമരഭരണി, ഭരണി അല്ലത്, താമരയായി. താമ്രം എന്നാൽ ചെമ്പാണ്, വർണ്ണം എന്നാൽ ഇലയാണ്. അപ്പൊ ആ ചെമ്പിന്റെ ഇല പോലെയുള്ള വർണ്ണത്തോടു കൂടിയുള്ളതാണ് ആ നദി. എന്ന് വെച്ചാൽ വെള്ളം, അതിലൊഴുകുന്ന വെള്ളം ഒരു ചെമ്പിച്ച വെള്ളമാണ്. അതിന്റെ മണ്ണിന്റെ ഗുണം കൊണ്ട് നമ്മുടെ എന്താ പറയാ ഇതെന്നൊക്കെ പോയി വെള്ളം ചേരും അതിലേക്ക്. നമ്മുടെ എന്താ മുല്ലപ്പെരിയാർ എന്നൊക്കെയുള്ള ജലമൊക്കെ അതിൽ പോയി ചേരും. അത് എന്താ പറയുക തൂത്തുക്കുടി ഭാഗത്ത് കൂടെ ചെന്നിട്ടാണ് അറേബ്യൻ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നത് താമ്രപർണി. അതേപോലെ വൈകി, അത് തന്നെയാണ് കൃതമാല എന്ന് പറയുന്നത്. ഈ കൃതമാല നദിയിൽ അദ്ദേഹം രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നിത്യകർമ്മങ്ങൾ സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കയ്യിൽ വെള്ളം എടുത്തു തർപ്പണം ചെയ്യാനായിട്ട്.
സൂര്യദേവനും അതുപോലെ പിതൃക്കൾക്കും എല്ലാമായിട്ട് തർപ്പണം ചെയ്യുമ്പോൾ കയ്യിൽ വെള്ളം എടുക്കും അല്ലെ. ഋഷി തർപ്പണം, പിതൃതർപ്പണം, ദേവതർപ്പണം, അതിനായിട്ട് വെള്ളം എടുത്തതായിട്ട് സമയത്ത് ആ വെള്ളത്തില് ഒരു ചെറിയ മീൻകുഞ്ഞ്, ആ മീൻകുഞ്ഞിനെ കണ്ടപ്പോ ഈ വെള്ളം കൊണ്ട് തർപ്പണം ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ ആ മീനിനെ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചിട്ടു. അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോ ആ മീൻകുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ആ മീൻകുഞ്ഞ് ഇദ്ദേഹത്തോട് പറയണം, അയ്യോ എന്നെ ഉപേക്ഷിക്കല്ലേ, എനിക്ക് പേടിയാവുന്നു, ഈ വെള്ളത്തില് വലിയ മീനുകളുണ്ട്, അത് എന്നെ ഭക്ഷിക്കും, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഈ കൊച്ചു മീൻ സംസാരിച്ചു. അപ്പൊ രാജാവിന് അത്ഭുതം തോന്നി. ശരി, അതിനെ രക്ഷിക്കണമെന്ന് തോന്നി. അഭയം കൊടുക്കാൻ വേണ്ടി ആ മീനിനെ തന്റെ കയ്യിൽ തന്നെ എടുത്തു. എന്നിട്ട് തന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്, ജലപാത്രം, കമണ്ടലും ഈ ആവശ്യങ്ങൾക്ക് കൊണ്ടു നടക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് ഈ മീൻകുഞ്ഞിനെ ഇട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഈ കമണ്ടലവുമായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്ന് ഈ മീൻകുഞ്ഞിനെ ഒരു അക്വേറിയം, ചെറുതായിട്ടൊരു പാത്രം ഉണ്ടാക്കി അതിലേക്ക് നിക്ഷേപിച്ചു. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ പാത്രം നോക്കുമ്പോൾ പാത്രം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഈ മീന്. ആ മീൻ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ എനിക്ക് ഇതിനകത്ത് ശ്വാസം മുട്ടുന്നു, എന്നെ കുറച്ചുകൂടി വലിയ ജലപാത്രത്തിലേക്ക് ആക്കൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അദ്ദേഹം വേറൊരു വലിയ പാത്രം, ഒരു ഉണ്ടാവോ എന്നൊക്കെ പറയുന്ന വലിയ പാത്രം അറേഞ്ച് ചെയ്തു. അതിലേക്ക് ഈ മീനിനെ നിക്ഷേപിച്ചു. അത് നിമിഷ നേരം കൊണ്ട് അതിലും നിറഞ്ഞു. അയ്യോ എനിക്ക് ഇതിലും കിടക്കാൻ വയ്യ, എനിക്ക് സ്ഥലമില്ല, എന്നെ വേറെ ജലാശയത്തിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അവിടെ കൊട്ടാരത്തിലുള്ളതായിട്ടുള്ള ഒരു കിണറിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. അവിടുന്ന് അധികം താമസിയാതെ ഈ മത്സ്യം പറഞ്ഞു, എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം മുട്ടണു, ഞാൻ വലുതായി എന്ന്. അങ്ങനെ ആ കിണറിൽ നിന്നൊരു കുളത്തിലേക്ക് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ കുളം നിറഞ്ഞു. കുളത്തിൽ നിന്നെടുത്ത് അടുത്തുള്ള ഒരു സരസിലേക്ക് കൊണ്ടുവന്നിട്ടു. ഒരു വലിയൊരു തടാകത്തിലേക്ക് ഇട്ടു. അവിടെയും നിറഞ്ഞു. അവിടെയും കിടക്കാൻ പറ്റില്ല, എന്നെ വലിയ ജലാശയത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ മത്സ്യത്തെ തിരിച്ച് എങ്ങനെയൊക്കെയോ സമുദ്രത്തിലേക്ക് തന്നെ കൊണ്ടുപോയി വിട്ടു. ആ സമുദ്രത്തിൽ വിട്ടപ്പോ ഇത് പേടി അഭിനയിക്കുകയാണ്. ഈ വലിയ മീൻ പോലും ഇദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ എന്നെ ഈ സമുദ്രത്തിൽ വിടരുതേ, എന്നെ ഇവിടെ വലിയ തിമിംഗലങ്ങളൊക്കെ ഉണ്ട്, അതെന്നെ ഭക്ഷിക്കും എന്ന് പറഞ്ഞ് നന്നായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോ ഈ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ബൾബ് കത്തിയത് ഉള്ളില്. അദ്ദേഹം മനസ്സിലാക്കിയത് ഭഗവാനാണ്, ഭഗവാന്റെ മായയാണ് എന്ന്. അങ്ങനെ അദ്ദേഹം ഈ മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, അങ്ങ് എന്നെ പരീക്ഷിക്കരുത്, അങ്ങ് ആരാന്ന് പറയൂ എന്ന് ചോദിച്ച്, അപ്പോ ഇദ്ദേഹം ഈ മത്സ്യം പറഞ്ഞു, ഞാൻ മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്, അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെ വന്നു തന്നെയാണ്. അതുകൊണ്ട് ഇന്നേക്ക് 7-ാം ദിവസം ഈ ലോകമെല്ലാം പ്രളയം ബാധിക്കും, എല്ലായിടത്തും ജലമയമായിരിക്കും. അപ്പോ എന്താ പറയുക, ഭൂമിയൊന്നും കാണില്ല. ആ സമയത്ത് ഈ 7-ാം ദിവസം എല്ലായിടത്തും പ്രളയമാകുമ്പോ ഈ പ്രകൃതിയിലുള്ള സസ്യജാലങ്ങളുടെയും മറ്റുമൊക്കെ ബീജങ്ങളൊക്കെ സംഭരിച്ച് നീ കാത്തിരിക്കണം. നിന്റെ അടുത്തേക്ക് ഒരു തോണി വരും. ആ തോണി ഭൂമി തന്നെ തോണിയായിട്ട് വരുന്നതാണ്. അപ്പൊ ഒരു തോണി വരും ആ ഭൂമിയുടെ സാരമായിട്ട്. ആ തോണിയിൽ സപ്തർഷിമാരുണ്ടാവും. ആ സപ്തർഷിമാരുടെ കൂടെ നീയും ആ തോണിയിൽ കയറിക്കോളൂ. അപ്പോ ആ തോണി ഇങ്ങനെ കാറ്റത്ത് കിടന്ന് അരയുമ്പോ ഞാൻ മത്സ്യരൂപിയായിട്ട് തന്നെ നിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഈ തോണിയെ എന്റെ കൊമ്പിലേക്ക് ബന്ധിക്കാം. എന്നിട്ട് ഈ പ്രളയകാലം മുഴുവൻ ഞാൻ നിന്നെ രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഭഗവാൻ അന്തർദാനം ചെയ്തു. അങ്ങനെയാണ് ഇദ്ദേഹം പിന്നെ 7-ാം ദിവസം കാത്തിരിക്കുകയായി. 7 ദിവസം കഴിഞ്ഞു. പെരുമഴ വന്ന് ലോകമെല്ലാം പ്രളയത്തിലാവുകയാണ്. എല്ലായിടത്തും വെള്ളം. അങ്ങനെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞതായിട്ട് സമയത്ത് ഇദ്ദേഹം ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഭഗവാൻ പറഞ്ഞതുപോലെ ആ ഭൂമി തന്നെ ഒരു നാവമായിട്ടൊരു തോണിയായിട്ട് വന്നതും ആ തോണിയില് ഈ സപ്തർഷികൾ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഇദ്ദേഹം ഈ ബീജങ്ങളൊക്കെ ആയിട്ട് കയറി. പിന്നീട് അപ്പോഴേക്കും പേടിച്ചു വരയ്ക്കുകയാണ്. കാറ്റത്ത് കിടന്ന് ഇങ്ങനെ തോണി ഇങ്ങനെ ഓളം വെട്ടുകയാണ്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ ഭജിച്ചു, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു.
ആ സമയത്ത് ഒരു അത്ഭുതമായിട്ടുള്ള 1,00,000 യോജന നീളമുള്ള വലിയ ഒറ്റക്കൊമ്പുള്ള ഒരു മത്സ്യമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ ഭാഗമാണ് നമ്മൾ അവതാരമായിട്ട് വായിക്കുക. ആ ഭഗവാൻ ഒറ്റക്കൊമ്പുള്ള മത്സ്യമായിട്ട് വന്നു നോക്കണം. നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തില് 24-ാം അധ്യായത്തില് 44-ാം ശ്ലോകത്തിൽ വരും. ഭഗവാൻ പറഞ്ഞതിനെ അനുധ്യാനം ചെയ്തു. സോനുദ്യാതസ്തോ രാജ്ഞ പ്രാദുരാസീത് മഹാന്നവേ ഏകസംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ. ആ സ്വർണവർണ്ണത്തിലുള്ളതാണ് ഹൈമോ നിയുതയോജന. നിയുതയോജനം 1,00,000 യോജന വിസ്താരമുള്ള വലിയ വലിപ്പമേറിയ ഏകസംഗധരഃ മത്സ്യ പ്രാദുരാസി മഹാർണവേ. ആ വലിയ സമുദ്രത്തില് ഭഗവാൻ പ്രാദുർഭവിച്ചു, പ്രത്യക്ഷനായി എന്നർത്ഥം. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞതുപോലെ, അതാണ് ഹരിണ യഥോക്താ പുര നാവം തശൃംഗേ നിബധ്യ. ആ തോണിയെ ആ ഭഗവാന്റെ കൊമ്പിലേക്ക് ബന്ധിച്ച് ആ വരത്രേണ ആദിനാ തുഷ്ടഃ തുഷ്ടാവ മധുസൂദനം. ഇവിടെ ഒരു പാമ്പ്, വാസുകി എന്ന പാമ്പിനെ കൊണ്ടാണ് ഈ ഭഗവാന്റെ കൊമ്പിലേക്ക് തോണിയെ ബന്ധിക്കുന്നത്. വരത്രേണ അഹിന, അഹി പാമ്പാണ്. അങ്ങനെ തുഷ്ടനായിട്ടുള്ള ഈ രാജാവ് മധുസൂദനം തുഷ്ടാവ, ഭഗവാനെ മധുസൂദനെ, മധുസൂദൻ എന്നാൽ മധു എന്ന മധുകൈടവന്മാരെ വധിച്ചവൻ എന്ന് പറയും. വാസ്തവത്തിൽ അജ്ഞാനം, അഹങ്കാരം ഇതിന്റെയൊക്കെ പര്യായ ശബ്ദമാണ് മധു. അപ്പൊ അജ്ഞാന നാശകനായ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ആ മത്സ്യമൂർത്തിയായ ഭഗവാനെ ആ രാജാവ് സ്തുതിച്ചതായിട്ടുള്ള സമയത്ത് അദ്ദേഹം ഈ മത്സ്യമൂർത്തിയോട് ജ്ഞാനത്തിനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ഈശ്വരനെ കുറിച്ചും ഉള്ളതായിട്ടുള്ള ജ്ഞാനം എനിക്ക് ഉപദേശിക്കണം എന്ന് പറഞ്ഞ് ആ സ്തുതിയിലൂടെ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഈ മത്സ്യമൂർത്തി ആ പ്രളയകാലത്ത് മുഴുവൻ ഈ തന്റെ കൊമ്പിൽ കെട്ടിയിരിക്കുന്ന തോണിയിലിരിക്കുന്ന ഈ സപ്തർഷികൾക്കും ഈ സത്യവ്രത രാജാവിനുമായിട്ട് ഉപദേശിച്ചു കൊടുത്ത അറിവിനെയാണ് പിന്നീട് മത്സ്യപുരാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മത്സ്യത്താൽ ഉപദേശിക്കപ്പെട്ട ജ്ഞാനമാണ് മത്സ്യപുരാണം. ചെറിയൊരു പുരാണമാണ് മത്സ്യപുരാണം. ഒരു 4000-ഓളം ശ്ലോകങ്ങളാണ് അതിലുള്ളത്. ആ പുരാണം ഭഗവാൻ ഉപദേശിച്ചതാണ്. വേദത്തിന്റെ സാരം തന്നെയാണ്. എന്താണോ, ഏത് വേദങ്ങളാണോ ഈ മത്സ്യമൂർത്തി ഈ ഹയഗ്രീവനെ വധിച്ച് വീണ്ടെടുത്ത് ബ്രഹ്മദേവന് കൊടുത്തത്, അല്ലെ, ആ അറിവ് തന്നെയാണ് ബ്രഹ്മദേവന് കൊടുത്ത ആ വേദങ്ങളിലുള്ള സാരം തന്നെയാണ് ഈ ഭഗവാൻ മത്സ്യമൂർത്തി ഈ സത്യവ്രത രാജാവിന് കൊടുത്തത് എന്നാണ്. പിന്നീട് ആ സത്യവ്രത രാജാവിനെ ഇദ്ദേഹം അനുഗ്രഹിച്ചു, ഭഗവാൻ അനുഗ്രഹിച്ചു. അടുത്ത മനുവായിട്ട് നീ ഭവിക്കും എന്നും പറഞ്ഞു. അതാണ് ഈ സത്യവ്രത രാജാവാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ പകലിന്റെ അധിപനായ മനു, വൈവസ്വതൻ എന്ന മനു. അപ്പൊ സത്യവ്രത രാജാവാണ്. പിന്നീട് ഈ മന്വന്തരത്തിൽ സൂര്യപുത്രനായി, സൂര്യനാണ് വിവസ്വാൻ, വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വതൻ. ആ വൈവസ്വതനായ മനുവായിട്ട് അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ശ്രാദ്ധദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ വിവസ്വാന്റെ മകനായതുകൊണ്ട് വൈവസ്വതൻ എന്ന് കൂടി പറയും. അപ്പോ സത്യവ്രതൻ തന്നെയാണ് ശ്രാദ്ധദേവൻ എന്ന പേരിലും വൈവസ്വത മനു എന്ന പേരിലും അറിയപ്പെട്ട് ഇപ്പോഴത്തെ മന്വന്തരത്തിന്റെ അധിപനായ മനുവായിട്ട് ലോകം രക്ഷിക്കുന്നത്. അപ്പൊ ആ മത്സ്യമൂർത്തിയുടെ അനുഗ്രഹം കിട്ടിയ ആളാണ്. എല്ലാ ജ്ഞാനവും മത്സ്യമൂർത്തിയിൽ നിന്ന് പകർന്നു കിട്ടിയ ആളാണ്. അപ്പൊ ഇത്രയും ആ മത്സ്യാവതാരത്തിന്റെ കഥ ഇങ്ങനെയാണ് അവതരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൂർവ്വ കൽപ്പം കഴിഞ്ഞ് ആ നൈമിത്തിക പ്രളയകാലത്ത് അറിവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഭഗവാൻ അതിന് കാവലിരുന്ന് ഈ കൽപ്പത്തിൽ ബ്രഹ്മദേവനും വൈവസ്വത മനുവിനും വേണ്ട അറിവ്, അതുപോലെ ഋഷിമാർക്ക് വേണ്ട അറിവ് എല്ലാം പകർന്നു കൊടുത്തു എന്നർത്ഥം. അപ്പൊ ജ്ഞാനത്തിന്റെ മൂർത്തി അല്ലെങ്കിൽ ഒരു ഗുരുഭാവം കൂടിയാണ് ആര്, ഈ മത്സ്യമൂർത്തി എന്ന് പറയാം. ഗുരു കൂടിയാണ്. താത്വികമായിട്ട് ഒരുപാട് ചിന്തിക്കാനുള്ള വിഷയമാണ്. അതൊക്കെ ചിന്തിക്കണമെങ്കിൽ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് ഓരോ കാര്യങ്ങളും അതിൽ തെളിഞ്ഞ് വരിക. ഇത് സാമാന്യമായിട്ടുള്ള കഥ. ആ വൈവസ്വത മനുവിന്റെ വംശമാണ്
നവമസ്കന്ധത്തിൽ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യവംശം ചന്ദ്രവംശം എന്ന് പറഞ്ഞിട്ട് അതാണ് നവമസ്കന്ധത്തിലെ ഈശാനുകഥ എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള വിഷയം. ഈശാനുകഥ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ, രാജാക്കന്മാരുടെ, മഹാത്മാക്കളുടെ ഒക്കെ കഥ. അപ്പോൾ ഈശ്വരനെ അനുസരിച്ച് ജീവിക്കുന്നവരും ഈശ്വരന്റെ അവതാരമൂർത്തികളുടെയും. ഇപ്പോ അല്ലെ, രണ്ടു വെടി കേട്ടു ഞാൻ. എന്തൊക്കെയാ? രാമാവതാരത്തിലും പരശുരാമാവതാരത്തിലും. അപ്പൊ ഈ നവമസ്കന്ധത്തിൽ വരുന്ന ഭഗവാന്റെ രണ്ട് പ്രധാന അവതാരങ്ങള് രാമാവതാരവും പരശുരാമാവതാരവുമാണ്. ഇനി അടുത്ത സ്കന്ധത്തിലാണ് നമ്മുടെ കൃഷ്ണാവതാരം വരാനിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ദശകത്തിൽ തന്നെ അവസാന അധ്യായത്തില് 24-ാം അധ്യായത്തിൽ ബലരാമസ്വാമി അവതരിക്കുന്നത് പ്രത്യേകം പറയുന്നില്ലെങ്കിലും വസുദേവന്റെ 8 മക്കളുടെ പേര് പറയും. ആ പറഞ്ഞ കൂട്ടത്തില് സംഘർഷണം, അഹീശ്വരം, അഹീശ്വരൻ, സർപ്പരാജാവായ ആദിശേഷൻ സംഘർഷണൻ എന്ന പേരിൽ ബലരാമനായിട്ട് വസുദേവന്റെ 7ാമത്തെ പുത്രനായിട്ട് ദേവകിക്ക് ജനിച്ചു എന്ന് പറയണം. അപ്പൊ ദേവകി രോഹിണിയിലാണ് ജനിക്കുന്നത്. ആ രോഹിണിയുടെ പുത്രനായിട്ടും പറയും, ദേവകിയുടെ പുത്രനാണ്. ദേവകിയുടെ ഗർഭത്തിലുണ്ടായിരുന്നു, പിന്നീട് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറി. അപ്പൊ ആ അവതാരവും ഈ നവമസ്കന്ധത്തിന്റെ അവസാന അധ്യായത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോഴാണ് അവതാരമായിട്ട് അത് കൊണ്ടാടുക. മറ്റൊരു ദശമസ്കന്ധത്തിൽ ബലരാമന്റെ അവതാരത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പൊ കിട്ടിയ ചാൻസ് നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങനെ പറഞ്ഞെടുത്ത് ആദ്യമായിട്ട് ബലരാമസ്വാമി വസുദേവരുടെ പുത്രനായുണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ആരാധന. അപ്പൊ 3 അവതാരങ്ങളാണ് ഈ നവമസ്കന്ധത്തില്: രാമാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം. അപ്പൊ 3 രാമന്മാരും ഒരു നവമസ്കന്ധത്തിലാണ് വരുന്നത് എന്ന് പറയാം. അപ്പൊ ഇതില് വൈവസ്വത മനുവിന്റെ മക്കളുടെ കഥയാണ്, ആ മക്കളുടെ പരമ്പരയുടെ കഥയാണ് ഈ സൂര്യവംശ കഥയും സോമവംശ കഥയും. ആദ്യം വൈവസ്വത മനുവിന് അദ്ദേഹം വസിഷ്ഠനെ കൊണ്ട് ഒരു പുത്രകാമേഷ്ടി പോലെ ഒരു യാഗം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ആദ്യത്തെ പുത്രൻ ഉണ്ടാകുന്നത്. ആദ്യം അദ്ദേഹം പുത്രനാണ് സങ്കല്പിച്ച് വസിഷ്ഠനോട് പറഞ്ഞത്. പക്ഷെ വസിഷ്ഠൻ തന്റെ അനുചരനായിട്ടൊരു പുരോഹിതനെ കാര്യം ഏൽപ്പിച്ചു. ആ പുരോഹിതന്റെ അടുത്ത് ഈ വൈവസ്വത മനുവിന്റെ ഭാര്യ ചെന്ന് തനിക്കൊരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു. അപ്പോ അത് ആ പുരോഹിതൻ പ്രമാണമാക്കി എടുത്തു. ഈ രാജ്ഞി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പെൺകുട്ടിക്ക് വേണ്ടി സങ്കല്പം ചെയ്തു. അങ്ങനെ വൈവസ്വത മനുവിന് ആദ്യമായി ഈ ദേവിയിൽ ഉണ്ടായതായിട്ടുള്ള കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് ഇള എന്ന് പേരിട്ടു. അപ്പൊ ഇത് വൈവസ്വത മനുവിന് സങ്കടമായി. അദ്ദേഹം വസിഷ്ഠനോട് ചോദിച്ചു, ഞാൻ അങ്ങയോടൊരു ആൺകുട്ടി വേണമെന്നാണല്ലോ പറഞ്ഞ് എന്റെ അനന്തരാവകാശിയായിട്ട് രാജാവാകാൻ, എങ്ങനെയാ പെൺകുട്ടിയായിരുന്നതെന്ന്. അപ്പൊ വസിഷ്ഠൻ തന്റെ അനുചരനോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അതിങ്ങനെ രാജ്ഞി ഞങ്ങളോട് ഇതാണ് ആവശ്യപ്പെട്ടത്, ഞങ്ങളിപ്പോ ആ സങ്കല്പ മന്ത്രങ്ങൾ ചൊല്ലി അപ്പൊ പെൺകുട്ടിയായിട്ട് ഭവിച്ചു. അപ്പൊ വൈവസ്വതം പറഞ്ഞു വസിഷ്ഠനോട്, പറ്റില്ല, എനിക്ക് ഈ കുട്ടിയെ ആൺകുട്ടിയാക്കണം എന്ന്. അങ്ങനെ വസിഷ്ഠൻ തന്റെ തപശക്തി കൊണ്ട് പല കർമ്മങ്ങളും ചെയ്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ വസിഷ്ഠൻ മഹാദേവനെ ഭജിച്ച് ഈ കുട്ടിയെ തന്നെ ആൺകുട്ടിയാക്കി മാറ്റി. അപ്പൊ ഇളയെ സുദ്യുമ്നൻ എന്ന പേരില് കൺവേർട്ട് ചെയ്തു. ഇള സുദ്യുമ്നായി മാറി. പിന്നീട് ഈ സുദ്യുമ്നൻ രാജകുമാരനായിട്ട് വളർന്നു വരുന്നു. ആ സുദ്യുമ്നൻ ഒരിക്കൽ വേട്ടയ്ക്കായിട്ട് പോയി, നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയതായിട്ട് സന്ദർഭത്തിൽ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭടന്മാരും കുതിരകളും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ആ ആൺകുതിരകളൊക്കെ പെൺകുതിരകളായി, ആൺഭടന്മാരെല്ലാം പെണ്ണുങ്ങളായി, സ്വയം സുദ്യുമ്നനും ഒരു സ്ത്രീയായി മാറി. എന്നുവെച്ചാൽ അവിടെ ഒരു പ്രത്യേക സ്ഥലം, നമ്മള് പഞ്ചമസ്കന്ധത്തില് ഇളാവൃതം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ
എന്താ പറയുക, ജംബൂ ദ്വീപത്തെ 9 ഉപഭൂഖണ്ഡങ്ങളായി തിരിച്ചപ്പോൾ അതിലേറ്റവും മേരു സ്ഥാനത്ത്, അഥവാ ഇന്നത്തെ നമ്മുടെ കൈലാസവും അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ സ്ഥാനങ്ങളുമാണ്. അപ്പോൾ അവിടെ മഹാദേവൻ പാർവതീ ദേവിക്ക് വേണ്ടി ഒരു ശാപം പോലെ ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ മുമ്പ് നമ്മുടെ ചിത്രകേതു രാജാവ് വന്നിട്ട് ഭഗവാന്റെ മടിയിലിരിക്കുന്ന പാർവതീ ദേവിയെ കണ്ട് പരിഹസിച്ചു എന്ന് ഇന്നലെ പറഞ്ഞു അല്ലേ? അപ്പൊ അവിടേക്ക് പുരുഷന്മാരാരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഏരിയ റിസർവ് ചെയ്തു, പാർവതീ ദേവിക്കും തോഴിമാർക്കും വിഹരിക്കാനുള്ള സ്ഥാനമായിട്ട്. അതിന് ഇളാവൃതം എന്നുള്ള ആ പേര്. അപ്പോ അവിടെ ആര് ചെന്നാലും, ഏത് പുരുഷൻ ചെന്നാലും സ്ത്രീ ആയിട്ട് മാറും. അങ്ങനെ ഒരു സ്ഥലമാണ്. അവിടെ ചെന്നപ്പോഴാണ് ഒരു സ്ത്രീ ആയിട്ട് മാറിയത്. ഇനിയിപ്പോ എങ്ങനെയാ തിരിച്ചു പോരുക? അപ്പോ ആ വീണ്ടും ഇളയായി മാറിയ അദ്ദേഹം അവിടെ തന്നെ മഹാദേവനെ തന്നെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. അങ്ങനെ മഹാദേവൻ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രസാദിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു. അഥവാ ഒരു എന്താ പറയുക, ശാപത്തിൽ നിന്നൊരു ചെറിയ ഇളവ് കൊടുത്തു. എങ്ങനെ? 1 മാസം സ്ത്രീയായും 1 മാസം പുരുഷനായിട്ടും ഇരിക്കാം. അങ്ങനെ മാസം തോറും മാറിക്കൊണ്ടിരിക്കും. 6 മാസം സ്ത്രീയും 6 മാസം പുരുഷനും ഒരു വർഷത്തിൽ. അത് ഓരോ മാസം കൂടുമ്പോൾ മാറണം. അപ്പൊ ഇദ്ദേഹം പുരുഷനായിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നാട്ടിൽ ചെല്ലും, രാജാവായിട്ടിരിക്കും. ആ ഡേറ്റ് ആകുമ്പോൾ എന്താവും? ആള് സ്ഥലം വിടും, മുങ്ങും, ആരും കാണാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. സ്ത്രീ ആയിട്ടും ആർക്കും മുഖം കൊടുക്കില്ല. കാട്ടിലൊക്കെ വലയിടത്തൊക്കെ അരഞ്ഞു തിരിയൊക്കെ ചെയ്യും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അപ്പോ ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ സംശയമായി, ഇതെന്താ ഈ രാജാവിനെ 1 മാസം ആകുമ്പോ കാണുന്നില്ല, 1 മാസം ഇവിടെ കാണാം, 1 മാസം ആളെ കാണുന്നില്ല എന്ന് എല്ലാവരും സംശയിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന് എന്തുപറ്റി? ഇദ്ദേഹം ഇളയായിരിക്കുമ്പോ വനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ വെച്ച് നല്ല സുന്ദരനായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടി. അതാരാണ്? അത് സാക്ഷാൽ ബുധനാണ്. ചന്ദ്രന്റെ മകനാണ് ബുധൻ. ബൃഹസ്പതി എന്ന ദേവഗുരുവിന്റെ ഭാര്യയാണ് താര. ആ ബൃഹസ്പതിയുടെയും താരയുടെയും മകനായിട്ടാണ് ജനിക്കുന്നതെങ്കിലും ചന്ദ്രനാണ് പിതാവ്. അതിന്റെ പേരിൽ തർക്കമൊക്കെ നവമസ്കന്ധത്തിലുണ്ട്. അപ്പോ ആരാണ് എന്റെ യഥാർത്ഥ പിതാവ് എന്ന് ഈ കുട്ടി തന്നെ ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രൻ തന്നെ സമ്മതിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോ ഈ ഗുരുപത്നിയുമായിട്ട് ചന്ദ്രൻ എന്താ പറയാ, അധർമ്മം പ്രവർത്തിച്ചതിന്റെ ഒരു ഇതാണ്. പക്ഷെ ഈ കുട്ടി നല്ല ബുദ്ധിമാനും വളരെ എന്താ പറയാ ബ്രില്യന്റ് ആണെന്ന് പറയാം. ആള് സുന്ദരനും എല്ലാം തികഞ്ഞ കുട്ടിയാണ്, സത്യസന്ധനാണ്. അവനാണ് ഈ ബുധനായിട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്രന്റെ മകനായത് കൊണ്ടാണ് പിന്നീട് ഈ വംശം, ബുധന്റെ വംശമാണ് സോമവംശം അല്ലെങ്കിൽ ചന്ദ്രവംശം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ബുധനും ഇളയുമായിട്ട് പിന്നെ ദമ്പതികളെ പോലെയായി. അവര് പിന്നെ ആ ഇള പിന്നെ നാട്ടിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. തന്റെ സുദ്യുമ്നൻ എന്ന രാജാവ് പദവിയെ സ്വീകരിക്കാൻ തയ്യാറായില്ല, തിരിച്ചു പോയില്ല. ബുധന്റെ പത്നിയായിട്ട് കുറച്ചു കാലം കഴിഞ്ഞു. അങ്ങനെ ഈ ബുധനും ഇളയ്ക്കും കൂടി ഉണ്ടാകുന്ന പുത്രനാണ് പുരൂരവസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുത്രൻ. പുരൂരവസിന് ഇളൻ എന്ന് പേരുണ്ട്, ഇളയുടെ പുത്രനായതുകൊണ്ട്. അപ്പൊ അങ്ങനെ പുരൂരവസിലൂടെയാണ് പിന്നീട് സോമവംശം അഥവാ ചന്ദ്രവംശം വളർന്നു വരുന്നത്. അപ്പൊ തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പുത്രനും പുത്രിയുമായിട്ടുണ്ടായിരുന്ന സുദ്യുമ്നന് നഷ്ടപ്പെട്ടു. ആർക്ക്? വൈവസ്വത മനുവിന്. അങ്ങനെ അദ്ദേഹം വീണ്ടും വസിഷ്ഠനോട് ആവശ്യപ്പെട്ട് വസിഷ്ഠന്റെ അനുഗ്രഹം കൊണ്ട് ഇദ്ദേഹത്തിന് 10 മക്കളുണ്ടായി. ആർക്ക്? വൈവസ്വത മനുവിന്. ആ 10 മക്കളുടെ പേരാണ് ഇക്ഷ്വാകു, മൃഗൻ, ശരിയാതി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യന്തൻ, പൃഷദ്രൻ, നഭകൻ, കവി, വിഭു. അപ്പൊ മൂത്ത പുത്രനാണ് ഇക്ഷ്വാകു. ഗോസ്വാന്റെ ആൺമക്കൾ 10 പേരുണ്ടായത്. ആദ്യത്തെ പുത്രന്റെ പേര് ഇക്ഷ്വാകു. ആ ഇക്ഷ്വാകുവിന്റെ വംശത്തിലാണ് നമ്മുടെ ശ്രീരാമസ്വാമി ജനിക്കുന്നത്. അതൊരു വലിയ വംശമായിട്ട് തീരുന്നുണ്ട്. ഇക്ഷ്വാകു വംശമാണ് ഏറ്റവും അധികം വികസിച്ചത്. അനേക സന്തതികളെ കൊണ്ട് ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയത്. അത് എണ്ണി കുറെ വിസ്തരിക്കുന്നുണ്ട്.
അപ്പൊ അതിലാണ് ദശരഥപുത്രനായി ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഉണ്ടാവുന്നത്. അപ്പൊ സൂര്യന്റെ പുത്രനായ വൈവസ്വതന്റെ മകനായ ഇക്ഷ്വാകുവിന്റെ വംശം. ആ ഇക്ഷ്വാകുവിന്റെ താഴെ അനുജന്മാരായിട്ട് നൃഗൻ, ശര്യാഗി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യന്തൻ, പൃഷദ്രൻ, നഭകൻ, കവി, വിഭു. ഇങ്ങനെയാണ് ഇവര് 10 പേര്. ഇതിൽ പലരുടെയും കഥ, അല്ലെങ്കിൽ എല്ലാവരുടെയും കഥ പറയുന്നുണ്ട്, എല്ലാവരുടെയും വംശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ചിലരുടെ മക്കള് അല്ലെങ്കിൽ പേരക്കുട്ടികള് അല്ലെങ്കിൽ ആ വംശത്തിലുള്ളവര് ചില പ്രഗത്ഭരുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ട് ലോകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ അവരുടെ ഗുണം കൊണ്ട് ലോകത്തെ മാതൃകയാക്കിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരുടെ കഥയൊക്കെ ചിലപ്പോൾ 2 ശ്ലോകം, 4 ശ്ലോകം, അല്ലെങ്കിൽ ഒരു അർദ്ധ അധ്യായം, ഇങ്ങനെ പലരുടെയും കഥകള് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ അവരുടെ വംശത്തിലുള്ള ആളുകളുടെ പേരുകളാണ് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലെ. ഇന്നാളിൽ നിന്ന് ഇന്നാള്, ഇന്നാളിൽ നിന്ന് ഇന്നാള്, ഇന്നാളിൽ നിന്ന് ഇന്നാള്, ഇന്നാൾക്ക് ഇത്ര മക്കള്, അപ്പൊ 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളുടെയും പേര്, ഒരാൾക്ക് 5 മക്കള്, 5 മക്കളുടെയും പേര്, ഇങ്ങനെ ഈ വംശപരമ്പരയെ വർണ്ണിക്കുകയാണ് വാസ്തവത്തില് ഈ നവമസ്കന്ധത്തിലെ ഈ 24 അധ്യായങ്ങളിലൂടെ. അപ്പൊ അതിൽ ചില പ്രമുഖരുടെ മാത്രം നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങൾ ഉണ്ടാവും. ചിലരെ പോലെ നമ്മൾ ആവരുതെന്നും ചിലരെ മാതൃകയാക്കാമെന്നും അല്ലെ. അപ്പൊ ചില അബദ്ധങ്ങൾ പറ്റിയ ആളുകളുടെ കഥകളും കാണിച്ചു തരും, നല്ലത് ചെയ്ത ആളുകളുടെ കഥകളും കാണിച്ചു തന്നുകൊണ്ട് അവരെ അനുകരിക്കാനായിക്കൊണ്ട് നമുക്ക് അവരുടെ കഥകള് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ എടുത്തു പറയാവുന്നതായിട്ടുള്ള ചില കഥകൾ മാത്രം നമുക്ക് കാണാം. കാരണം എല്ലാം വിസ്തരിച്ച് പറയാനുള്ള ഒരു ഇതും സപ്താഹത്തിന് സാധ്യതയില്ല. അപ്പൊ അതിൽ വരുന്നതാണ് ഈ വംശത്തില് എന്താ പറയുക, നഭകൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വംശത്തിൽ വരുന്നതായിട്ടുള്ള ഒരാളാണ് നാഭാഗപുത്രനായിട്ടുള്ള അംബരീഷൻ. നഭകന്റെ മകൻ നാഭാഗൻ, നാഭാഗന്റെ പുത്രനായി അംബരീഷൻ. ആ അംബരീഷന്റെ ചരിത്രം വളരെ അത്ഭുതമായിട്ടുള്ള ചരിത്രമാണ്. ഭഗവത് ഭക്തിയുടെ ഒരു ഉദാത്തമായിട്ടുള്ള ചരിത്രമാണ്. അതാണ് 4-ാം അധ്യായത്തില് 14-15 ശ്ലോകങ്ങൾ മുതൽ ആരംഭിക്കുന്നു. ഈ പരീക്ഷിത് രാജാവ് ചോദിക്കുകയാണ് 4-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകം. രാജോവാച ഭഗവൻ ശ്രോതുമിച്ഛാമി രാജർഷേസ്തസ്യ ധീമതഃ ന പ്രാഭൂത്യത്ര നിർമുക്തോ ബ്രഹ്മദണ്ഡോ ദുരത്യയഃ. അപ്പൊ ഈ നാഭാഗപുത്രനായ ഈ അംബരീഷന്റെ നേരെ ന പ്രാഭൂത് എന്ന് പറഞ്ഞാൽ പ്രഭാവം ഉണ്ടായില്ല. എന്തിന്? എത്ര നിർമുക്ത ദുരത്യഃ ബ്രഹ്മദണ്ഡ. ഏതൊരുവന്റെ നേരെ പ്രയോഗിക്കപ്പെട്ട ബ്രഹ്മദണ്ഡം. ബ്രഹ്മദണ്ഡം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശാപം അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ശിക്ഷ. ഇവിടെ ദുർവാസാവിന്റെ ശിക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ആ ദുർവാസാവിന്റെ ശിക്ഷ അംബരീഷന്റെ നേരെ ഭരിച്ചില്ല, അതിന് പ്രഭാവം ഉണ്ടായില്ല. സാധാരണ ബ്രഹ്മദണ്ഡം എന്ന് പറഞ്ഞാൽ മഹാത്മാക്കള്, ഋഷീശ്വരന്മാര്, ബ്രാഹ്മണര് ഒക്കെ ശപിച്ചു കഴിഞ്ഞാൽ അതിന് തടയാൻ പറ്റില്ല. അതാണ് ദുരത്യയ എന്ന് പറയുന്നത്. ബ്രഹ്മശാപം അല്ലെങ്കിൽ ബ്രഹ്മദണ്ഡം, ബ്രാഹ്മണരുടെ ശിക്ഷ, അത് തടുക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെയുള്ള ദുരത്യമായ ബ്രഹ്മദണ്ഡത്തെ ഇദ്ദേഹത്തിന്റെ നേരെ ന പ്രാഭൂത്, പ്രഭാവം ഉണ്ടായില്ലല്ലോ, അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആ കഥ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അംബരീഷന്റെ കഥ പറയുന്നത്. ശ്രീശുഗൗമാച അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീ മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി മേനേതി ദുർലഭം പുംസാം സർവം തത് സ്വപ്ന സംസ്തുതം വിദ്വാൻ വിഭവ നിർവാണം തമോ വിശദിയത് പുമാൻ വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേദം ലോക്തവത് സ്മൃതം. ആ അംബരീഷൻ 7 ദ്വീപുള്ള ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി. അത്രയും ശക്തനും പ്രഗത്ഭനുമായിരുന്നു. അതാണ് സപ്തദ്വീപവതി മഹി അവ്യയാംച ശ്രിയം ലബ്ധ്വ. അപ്പൊ 7 ഭൂഖണ്ഡങ്ങളോട് കൂടിയ ഭൂമിയെയും നാശരഹിതമായ നാശമില്ലാത്ത ഐശ്വര്യവും ലഭിച്ചു, അതുലമായിട്ടുള്ള വിഭവങ്ങളെല്ലാം ലഭിച്ചു. പക്ഷേ മറ്റുള്ളവർക്കെല്ലാം അതിദുർലഭമായി തോന്നാവുന്ന ഈ ധനവും സമ്പത്തിയും എല്ലാം അത് സ്വപ്ന തുല്യമായിട്ട് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. സ്വപ്നത്തിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ?
സ്വപ്നം കൊണ്ട് നമുക്ക് ജാഗ്രതയിൽ വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾ സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്കത് ഉണർന്ന ശേഷം ബാങ്കിൽ ചെന്ന് എൻകാഷ് ചെയ്യാൻ പറ്റുമോ? ആ സ്വപ്നത്തിലുള്ളത് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്, വ്യർത്ഥമാണ്. അപ്പൊ അതുപോലെ ഇതിനെയെല്ലാം അദ്ദേഹം സ്വപ്ന സംസ്കൃതമായിട്ട് മേനെ കരുതി. കാരണം അദ്ദേഹത്തിന് അറിയാം, ഈ വിഭവങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ, ഈ ഐശ്വര്യത്തിൽ ഭ്രമിച്ചു കഴിഞ്ഞാൽ തമോ വിശതി, നരകത്തിലേക്ക്, അന്ധകാരത്തിലേക്ക്, അഹങ്കാരത്തിലേക്ക് ഒക്കെ പോയി എല്ലാ ദുഃഖങ്ങളിലേക്കും പോയി പതിക്കും. അതുകൊണ്ട് ഇതിനൊന്നും കാര്യമായിട്ട് അദ്ദേഹം എടുത്തില്ല. അദ്ദേഹത്തിന്റെ മനസ്സെവിടെയായിരുന്നു? ഭഗവാനിൽ, വാസുദേവേ ഭഗവതി, അതുപോലെ ഭഗവാന്റെ ഭക്തന്മാരായ സജ്ജനങ്ങളിലും. അങ്ങനെ അദ്ദേഹം ഈ വിശ്വത്തെ ഏതുപോലെ കണ്ടുന്ന ലോഷ്ടവത് സ്മൃതം. ലോഷ്ടം എന്നാൽ മണ്ണാങ്കട്ട, അശ്മൻ കല്ല്, ലോഷ്ടം മണ്ണാങ്കട്ട അല്ലെ. സമലോഷ്ടാശ്മകാഞ്ചന ഗീതയിൽ കേട്ടിട്ടില്ലേ? ഒരു മഹാത്മാവ് ഈ ലോകത്തെ കാണുന്നത് സമലോഷ്ടാശ്മകാഞ്ചന. അദ്ദേഹത്തിന് കാഞ്ചനവും അശ്മനും ലോഷ്ടവും എല്ലാം സമം. മണ്ണാങ്കട്ടയും കല്ലും സ്വർണവും ഒക്കെ ജഡമായിട്ടുള്ള നിരർത്ഥകമായിട്ടുള്ള വസ്തുക്കൾ, ഒരു പ്രയോജനമില്ലാത്ത വസ്തുക്കൾ അദ്ദേഹത്തെ സംബന്ധിച്ച്. പിന്നെ നമ്മൾ കൊടുത്ത വിലയാണ് ഇതിന്, കാഞ്ചനത്തിന് അല്ലെ. നമ്മൾ നാളെ കാഞ്ചനത്തെക്കാൾ വിലപിടിച്ചതാണ് സ്വർണം എന്ന് തീരുമാനിച്ചാലോ, അല്ല സോറി, മണ്ണെന്ന് തീരുമാനിച്ചാലോ, മണ്ണ് ഈ ഭൂമിയിൽ ദുർലഭമായി കഴിഞ്ഞാൽ നാളത്തെ എന്താ പറയുക കറൻസിക്കുള്ള ഗ്യാരണ്ടി ആയിട്ട് മണ്ണ് മാറും, അല്ലെങ്കിൽ കല്ല് മാറും അല്ലെ. അപ്പൊ ദുർലഭമായിട്ടുള്ള ഒരു എന്താ പറയുക വളരെ മാറ്റം ഭവിക്കാത്ത ക്വാളിറ്റിയുള്ള ഒരു വസ്തുവാണ് സ്വർണം. അതുകൊണ്ട് അതിനെ കുറച്ച് സെക്യൂരിറ്റി ആയിട്ട് കരുതിയിരിക്കുന്നു, അതിന് വാല്യൂ കൊടുത്തിരിക്കുന്നു. മനുഷ്യർ കൽപ്പിച്ചതാണ് കാലാകാലങ്ങളായിട്ട് സ്വർണത്തിന് ഒരു മൂല്യം. സ്വർണത്തെക്കാൾ വേണമെങ്കിൽ മണ്ണുകൊണ്ട് നമുക്ക് പല പ്രയോജനമുണ്ട് അല്ലെ. സ്വർണത്തെക്കാൾ പ്രയോജനമുള്ളതാണ് മണ്ണ്. സ്വർണം ഒരു ഡെക്കറേഷൻ മാത്രമാണ്, മണ്ണുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. മണ്ണ് ഇനിയിപ്പോ ഭക്ഷണം കഴിക്കുന്നവരുമുണ്ട്, വിശന്ന് കഴിഞ്ഞാൽ മണ്ണ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരുപാടുണ്ട്. ചിലർക്ക് മണ്ണ് തിന്നുന്ന ഒരു സൂക്കേട് തന്നെ ഉണ്ട്. എവിടെ മണ്ണ് കണ്ടാലും തിന്ന, ചതൽ പുറ്റൊക്കെ പറിച്ച് തിന്ന, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ എന്താ പറയുക കൗൺസിലിംഗ് കൊണ്ട് മാറ്റിയെടുത്തിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൗൺസിലിംഗ് കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ ഈ മണ്ണ് തിന്നുന്ന ഒരു ഭ്രാന്ത്, ഒരു ഭ്രമം. അപ്പൊ മണ്ണ് തിന്നാൽ കേടില്ല, സ്വർണം തിന്നാലോ? സ്വർണം തിന്നാൻ കൊള്ളുവോ? ഇല്ല. അപ്പൊ സ്വർണത്തെക്കാൾ നല്ലതാണ് മണ്ണ്, പ്രയോജനമുള്ളതാണ് മണ്ണ്. എങ്കിലും നമ്മൾ സ്വർണത്തിനൊരു മൂല്യം കൽപ്പിച്ചു. അപ്പൊ ഇവരെ സംബന്ധിച്ച്, ഈ ജ്ഞാനികളെ സംബന്ധിച്ച് മണ്ണാങ്കട്ടയും കല്ലും സ്വർണവും ഒക്കെ ഒരേപോലെയുള്ള വസ്തുക്കളായിട്ടേ കാണുന്നുള്ളൂ എന്നർത്ഥം. അപ്പൊ അനേകം ലോഷ്ടവത്സ്മൃതം, അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ ഭക്തിയെ കുറിച്ച് വർണ്ണിക്കുകയാണ്. സവൈ മന കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനി കലൗഹരേ മന്ദിരമാർജനാദിഷു ശ്രുതിചകാരാച്യുത സത്യധോദയേ. അദ്ദേഹത്തിന്റെ മനസ്സ് കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളിലും, വാക്കുകൾ ഭഗവാന്റെ ഗുണവർണ്ണനത്തിലും, കൈകൾ ഭഗവാന്റെ മന്ദിരമാർജനാദിഷു പറഞ്ഞാലോ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് അടിച്ചുവാരുക, വൃത്തിയാക്കുക മുതലായത്. അദ്ദേഹം ചക്രവർത്തിയായിരുന്നിട്ടും കഴകപ്പണിയെടുക്കാൻ ഒരു മടിയും കാണിച്ചില്ല എന്നർത്ഥം അല്ലെ. നമുക്കൊക്കെ നാണക്കേട് തോന്നാറുണ്ട് അല്ലെ, ക്ഷേത്രത്തിലൊക്കെ ചെന്ന് എന്തെങ്കിലും സേവനം ചെയ്യാൻ ഉണ്ടോ? നിങ്ങൾക്ക് തോന്നുമോ? ഇവിടെ എല്ലാരും മടിയില്ല. വെരി ഗുഡ്. തലശ്ശേരിക്കാരൊക്കെ നല്ല സാത്വികന്മാരാണ്, നല്ല ബുദ്ധിയുള്ളവരാണ് എല്ലാവരും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ പരിസരത്തുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങൾ വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. ആദ്യം അതിനെ മലിനമാക്കാതിരിക്കുക. ആരെങ്കിലും മലിനമാക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വൃത്തിയാക്കാൻ സഹായിക്കുക. അല്ലാതെ പാവം അവിടെയുള്ള 1-2 കഴകക്കാരെ കൊണ്ട് ഇത്രയും വലിയൊരു ക്യാമ്പസ് വൃത്തിയാക്കാൻ പറ്റുമോ? ഇല്ല. അത് വൃത്തികേടാക്കുന്നവരാണ്, നമ്മളെ പോലെയുള്ള ആൾക്കാരാണ്, അവിടെ വിസിറ്റ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ അതിന് സഹായിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. ഇവിടെ രാജാവായ അംബരീഷൻ തന്റെ കരങ്ങളെ ഹരേർ മന്ദിരമാർജനാദിഷു, അടിച്ചുവാരാനും തുടയ്ക്കാനും പാത്രം കഴുകാനും ഒക്കെ അദ്ദേഹം സഹായിക്കുന്നു എന്നർത്ഥം. പൂക്കൾ പറിച്ചു കൊടുക്കാൻ, മാല കെട്ടാനൊക്കെ ചെയ്യും.
ശ്രുതിം ചകാര അച്യുത സത്കഥോദയേ. അദ്ദേഹത്തിന്റെ ചെവി അച്യുതന്റെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് എവിടെയാണോ അവിടേക്ക് ചെവിയെ കൊണ്ടുപോകും. മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ. തന്റെ രണ്ട് കണ്ണുകളെ ഭഗവാന്റെ ക്ഷേത്രങ്ങളെ ദർശിക്കാനും ഭഗവാന്റെ മൂർത്തികളെ ദർശിക്കാനും ഉപയോഗിച്ചു. തദ്ഭൃത്യഗാത്ര സ്പർശേംഗ സംഗമം. ഭഗവാന്റെ ഭൃത്യന്മാരായ സജ്ജനങ്ങളെ നമസ്കരിക്കാനോ ആലിംഗനം ചെയ്യാനോ ഒക്കെ തന്റെ ശരീരത്തെ ഉപയോഗിച്ചു. ഗ്രാണം ചതത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യ. അപ്പൊ ഗ്രാണേന്ദ്രിയ മൂക്ക് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച താമരയെ, ഭഗവാന്റെ പാദസരോജത്തെ മണക്കാനോ അതിലർപ്പിച്ച തുളസിയെ മണക്കാനോ ഒക്കെ അദ്ദേഹത്തിന്റെ മൂക്ക് ഉപയോഗിച്ചു. രസനാം തദർപ്പിതേ. രസന നാവ് ഭഗവാൻ അർപ്പിച്ച നിവേദ്യങ്ങളെ ഭുജിക്കുന്നതിലും. പാദൗഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷികേശപദാഭിവന്ദനേ. ഇപ്പൊ പാദങ്ങൾ രണ്ടും ഭഗവാന്റെ ക്ഷേത്രങ്ങളെ ദർശിക്കുന്നതിലും പ്രദക്ഷിണം ചെയ്യുന്നതിലും ശിരസ് ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിക്കുന്ന കാര്യത്തിലും. കാമം ചദാസ്യേനതു കാമകാമ്യജ യഥോത്തമ ശ്ലോക ജനാശ്രയാരതി. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങള് വിഷയങ്ങളെ കാമിക്കാനായിരുന്നില്ല, ഭഗവാന്റെ ദാസ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ കാമം. ഭഗവാനെ സേവിക്കാൻ, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഭഗവാന്റെ ജനങ്ങളിലും ഭഗവാന്റെ ഭക്തജനങ്ങൾ ഉത്തമ ശ്ലോക ജന ആശ്രയാരതി. അപ്പോ സജ്ജനങ്ങളെ ഭക്തജനങ്ങളെയൊക്കെ ആശ്രയിക്കും, അവരോടൊക്കെ സത്സംഗം ചെയ്യും. അതിൽ അദ്ദേഹത്തിന് വളരെ താല്പര്യം ഉണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുഴുകിയിരുന്നു. മനസ്സ് മുഴുവൻ ഭഗവാനിലായിരുന്നു. അദ്ദേഹത്തിന് ഈ ഭൂമി മുഴുവൻ ഭഗവാന്റെ രൂപമായിട്ട് സർവാത്മഭാവം വിതതൽ മഹീമിമാം, ഈ ഭൂമിയെ ഭഗവാന്റെ ഭാവമായി കണ്ടു. അങ്ങനെ ഭഗവാനിൽ ഉറച്ചിരിക്കുന്ന, അതുപോലെ തന്നെ വിപ്രന്മാരാലും ബ്രാഹ്മണരാലും ഉപദേശിക്കപ്പെട്ടവനായിക്കൊണ്ട് അദ്ദേഹം ഭൂമിയെ മഹീമിമാം ശാസിച്ചു. ചക്രവർത്തിയായിരിക്കുമ്പോ ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ടും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടും അറിവുള്ള ബ്രാഹ്മണർ ഉപദേശിക്കുന്ന രീതിയിലും രാജ്യഭാരം നിർവഹിച്ചു. അങ്ങനെ അശ്വമേധങ്ങൾ അനേകം അദ്ദേഹം ചെയ്തു. അതിയജ്ഞനായ ഈശ്വരനായ ഭഗവാനെ അശ്വമേധൈഹി ഈജെ. അങ്ങനെ ധാരാളം ദക്ഷിണകളൊക്കെ ബ്രാഹ്മണർക്ക് കൊടുത്തു. വസിഷ്ഠ അസിത ഗൗതമാദിവിർ ധന്വനി അഭിസ്രോതമസൗ സരസ്വതി. ആ സരസ്വതി നദിയുടെ തീരത്ത്, രാജസ്ഥാനാണ് ധന്വനി എന്ന് പറഞ്ഞാല് മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോ ആ രാജസ്ഥാനിലൂടെയാണ് പണ്ട് സരസ്വതി നദി ഒഴുകിയിരുന്നത്. ഗുജറാത്ത് രാജസ്ഥാനിലൂടെ അറേബ്യൻ കടലിലാണ് ഒഴുകിയിരുന്നത്. അപ്പോ ആ മരുഭൂമിയിലും മറ്റുമൊക്കെ അദ്ദേഹം ആ സരസ്വതി തീരത്ത് അഥവാ സരസ്വതിയുടെ മണൽ തീരങ്ങളിൽ അദ്ദേഹം ധാരാളം അശ്വമേധ യാഗങ്ങളൊക്കെ ചെയ്തു. വസിഷ്ഠൻ, അസിതൻ, ഗൗതമൻ മുതലായ മഹാപണ്ഡിതന്മാരായ പുരോഹിതന്മാരെ കൊണ്ട്, മഹർഷിമാരെ കൊണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ യജ്ഞങ്ങളിലൊക്കെ എല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു. ദേവന്മാരൊക്കെ നേരിട്ട് വന്ന് ഹവിസ് സ്വീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിന് സ്വർഗമൊന്നുമല്ല കാംക്ഷ, എപ്പോഴും ഭഗവാന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ആ ഭഗവത് ഭക്തി വർദ്ധിച്ചു വരണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ഭഗവാൻ തന്റെ ഏറ്റവും പ്രിയ ഭക്തനായി സ്വീകരിച്ചു. ഭഗവാൻ ഭക്തനോട് പറഞ്ഞതൊന്നുമില്ല. പിന്നെന്ത് ചെയ്തു? ആ ഭഗവാൻ തന്റെ ചക്രത്തെ, സുദർശന ചക്രത്തെ അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡാക്കി. അതാണ് തസ്മൈ അദാത് ഹരിശ്ചക്രം പ്രത്യനീക ഭയാവഹം ഏകാന്ത ഭക്തിഭാവേന പ്രീതോ ഭൃത്യാഭിരക്ഷണം. തന്റെ ഭൃത്യനെ രക്ഷിക്കേണ്ടത് തന്റെ കർത്തവ്യമാണെന്ന് നിശ്ചയിച്ച് ഭഗവാൻ തന്റെ സുദർശന ചക്രത്തെ ഇദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തു. ഇദ്ദേഹത്തോട് പറഞ്ഞൊന്നുമില്ല, ഇദ്ദേഹത്തിന് അറിയൂല. അപ്പൊ സുദർശന ചക്രം ഇദ്ദേഹത്തിന്റെ ചുറ്റും കാവലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഭാര്യയോടുകൂടെ ഒരു സംവത്സരം നീണ്ടു നിൽക്കുന്ന ദ്വാദശി വ്രതം ദദാര. ഏകാദശി ദ്വാദശി വ്രതങ്ങൾ തന്നെയാണ്. ആ ഏകാദശിയും ദ്വാദശിയും കൂടി ചേർന്ന ദശമി രാത്രി മുതൽ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ദ്വാദശിക്ക് പാരണ ചെയ്തുകൊണ്ടുള്ള വ്രതം.
ഏകാദശി മുഴുവൻ ഉപവാസം, അത് ദശമി രാത്രി മുതൽ ആരംഭിക്കും. ദ്വാദശി ആ മുഹൂർത്തമാകുമ്പോൾ പാരണ ചെയ്തുകൊണ്ട്, അതിന് ദ്വാദശി വ്രതം എന്ന് പറയും. ഏകാദശി വ്രതം എന്ന് നമ്മളിപ്പോ പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. അല്ല, ദ്വാദശിക്ക് പട്ടിണി കിടക്കാൻ പാടില്ല, ദ്വാദശിക്ക് പാരണ ചെയ്തിരിക്കണം. എന്തായാലും ആ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. അങ്ങനെ ഒരു വർഷം കഴിയുന്ന അവസാനത്തെ വ്രതം കാർത്തികേയ മാസി, നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ട് കൊണ്ടാടുന്ന ആ ഏകാദശി, അത് കാർത്തികേയ മാസം. കാർത്തിക മാസം വൃശ്ചിക മാസം. അപ്പൊ വൃശ്ചികത്തിലെ ഏകാദശി, അവസാനത്തെ ഏകാദശി, അദ്ദേഹം 3 രാത്രി ഉപോഷിതനായിരുന്നു, ഭക്ഷണം കഴിക്കാതെ. ദശമി, ഏകാദശി ആ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരുന്നു. രാവിലെ കുളിച്ച്, കാളിന്തിയിൽ കുളിച്ച് മധുവനത്തിൽ ഭഗവാനെ അർച്ചന ചെയ്ത്, പിന്നീട് അദ്ദേഹം രാവിലെ ആ ദ്വാദശി മുഹൂർത്തമാകുമ്പോൾ അത് പാരണ ചെയ്യാനായിട്ട് ഭക്ഷണം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരുപാട് സജ്ജനങ്ങൾ വന്നു, ഈ ദ്വാദശി ഒന്നിച്ച് പാരണ ചെയ്യാൻ. മഹർഷിമാര്, മഹാത്മാക്കളൊക്കെ വന്നു. അപ്പൊ അവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പാരണ ആരംഭിക്കാൻ ഇരിക്കുന്നതായിട്ട് സമയത്താണ് അവിടെ ദുർവാസാവ് മഹർഷി വന്നു ചേരുന്നത്. അദ്ദേഹം ബ്രാഹ്മണർക്കൊക്കെ ദക്ഷിണയും പശുക്കളെ ദാനവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി വന്നു. ദുർവാസാവ് മഹർഷി വന്നപ്പോ അദ്ദേഹത്തോടും ഇദ്ദേഹം അപേക്ഷിച്ചു, അന്നും ഞങ്ങളുടെ കൂടെ ഈ ദ്വാദശി പാരണയ്ക്ക് കൂടണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ദക്ഷിണയും സമ്മാനങ്ങളും സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ദുർവാസാവ് ശരി എന്ന് സമ്മതിച്ചു. പക്ഷെ സമ്മതിച്ച ആൾ എന്ത് ചെയ്തു, എനിക്ക് ഇപ്പോ അത്യാവശ്യം മാധ്യന്തിന കർമ്മം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ രാവിലത്തെ പ്രാതസന്ധ്യയുടെ കഴിഞ്ഞിട്ടുള്ള അടുത്തത് 9 മണി 10 മണിയോട് കൂടിയിട്ടാണ് മാധ്യന്തിനം എന്ന് പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുക രാവിലെ. അപ്പൊ ആ കർമ്മങ്ങൾക്ക് എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത് കാളിന്തിയിൽ കുളിക്കാൻ പോയി. കാളിന്തിയിൽ കുളിക്കാൻ പോയ ആള് അങ്ങനെ മുങ്ങിക്കിടന്നുകൊണ്ട് എത്രയോ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഉരുവിട്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ ഒന്നും പൊങ്ങുന്നില്ല. അത് ഒരു മനഃപൂർവ്വം എന്ന പോലെ. ഈ പാരണയുടെ സമയം തെറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അംബരീഷനും അവിടെ കൂടിയിരിക്കുന്നവർക്കും ഒരു പരിഭ്രമം തുടങ്ങി. വെച്ചാൽ ആ ഒരു വ്രതത്തിന്റെ 1 വർഷം നീണ്ടുനിന്ന വ്രതം സമാപിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പൂർത്തീകരണം നന്നായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പൊ ആ സമയത്ത് മുഹൂർത്തം തീരുന്നതിന് മുമ്പ് പാരണ നിർവഹിക്കണം. അപ്പൊ അതിനായിക്കൊണ്ടൊരു തയ്യാറായിരിക്കും. ഇദ്ദേഹം മാത്രം വരുന്നത്. ഇദ്ദേഹമാണ് VIP, ഏറ്റവും പ്രമുഖൻ. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും ശപിച്ചു കളയും. അപ്പൊ അതറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ മഹത്വവും അറിയാം. മഹാതപസ്വിയാണ്. അദ്ദേഹത്തിന് 10,000 ശിഷ്യന്മാരുള്ളതാണ്. എപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്കല്ല അവിടെ പോവുക, കൂടെ 10,000 ആളുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അയുധാഗ്ര ബുക്ക് എന്നൊരു പേര് തന്നെയുണ്ട്. അയുധം എന്നാൽ 10,000, അഗ്രബുക്ക് എന്ന് പറഞ്ഞാൽ മുമ്പേ ഭുജിക്കുന്നവൻ. അപ്പൊ 10,000 പേര് പുറകിലുണ്ടാവും, ഒപ്പം ഉണ്ടാവും ശിഷ്യഗണങ്ങളായിട്ട്. അവരൊക്കെ ഭുജിക്കണമെങ്കിൽ ഇദ്ദേഹം ആദ്യം ഭുജിച്ച് തുടങ്ങണം. അങ്ങനെയൊക്കെ ഗുരുകുലങ്ങളുടെ അങ്ങനെയാണ്. ഗുരുവും ശിഷ്യന്മാരുമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വിളമ്പിയത് ആദ്യം നക്കുകയല്ല. ആ ഗുരു എല്ലാവർക്കും എല്ലാം വിളമ്പിയോന്ന് നോക്കും. എന്നിട്ട് ഗുരു ആദ്യം എന്താ പറയാ, വെള്ളമെടുത്ത് പ്രോക്ഷണം ചെയ്തുകൊണ്ട് മന്ത്രം ചൊല്ലും. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ എന്നിട്ട് ഗുരു ആദ്യം ആരംഭിക്കുമ്പോഴേ ബാക്കി ശിഷ്യഗണങ്ങൾ ആരംഭിക്കുള്ളൂ. അതാണ് നമ്മുടെ സംസ്കാരം. അപ്പൊ അതുപോലെ ഇദ്ദേഹം 10,000 പേര് ഇദ്ദേഹത്തിന്റെ പുറകെ ഉണ്ണാനുണ്ടാവും. ഇദ്ദേഹം ആരംഭിച്ചാലേ അവര് ആരംഭിക്കുള്ളൂ. അതാണ് അയുധാഗ്ര ബുക്ക് എന്ന അദ്ദേഹത്തിന്റെ പേര്. ആയുധങ്ങളുടെ 10,000 അഗ്രേ ഭുജിക്കുന്നവൻ, മുമ്പേ ഭുജിക്കുന്നവൻ എന്ന്. അങ്ങനെയുള്ള അദ്ദേഹത്തെ കാത്തിരിക്കണവര് ആള് വരുന്നേ ഇല്ല. അപ്പൊ അവിടെയുള്ള ബ്രാഹ്മണരൊക്കെ കൂടി അറിവുള്ളവരാണ്, അവരെല്ലാം പണ്ഡിതന്മാരാണ്. അവരെല്ലാം കൂടി ഇദ്ദേഹത്തിനോട് പറഞ്ഞു, അംബരീഷ രാജാവിനോട് പറഞ്ഞു, അതെ നമുക്ക് മുഹൂർത്തം തെറ്റാൻ പോകുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ഫലമില്ല, അതുകൊണ്ട് എന്തായാലും ഭക്ഷണം കഴിക്കണ്ട, വെള്ളം കൊണ്ട് മാത്രം പാരണ ചെയ്യാം. അപ്പൊ വെള്ളമാകുമ്പോ അതിഥിയെ വിളിച്ച് അദ്ദേഹത്തെ ഉപചരിക്കാതെ നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നുള്ള ദോഷം ഇല്ല. വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചു എന്നും ഇല്ല എന്നുള്ളതായിട്ടുള്ള ഫലമുണ്ട്.
അതുകൊണ്ട് വെള്ളം കൊണ്ട് നമുക്ക് പാരണ ചെയ്യാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് മനസ്സില്ല മനസ്സോടെ സമ്മതിച്ച് അവർ വെള്ളം കൊണ്ട് പാരണ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അഭാവം തുള്ളിക്കൊണ്ട് വരുന്നു നമ്മുടെ ദുർവാസാവ്. കുളി കഴിഞ്ഞാൽ തലയൊക്കെ പിരിച്ചിട്ട് രുദ്രനെ പോലെ വരുന്നു. രുദ്രന്റെ മകനാണ്, രുദ്രന്റെ അംശമാണ്. പറഞ്ഞില്ലൊന്നല്ലേ, അത്രിക്കും അനസൂയക്കുണ്ടായ മകനാണ്. അപ്പൊ അദ്ദേഹം വന്ന് ഇവര് തന്നെ നിന്ദിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്, പാരണ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ ശപിക്കുകയല്ല, അദ്ദേഹത്തിന്റെ കോപം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജടയിൽ നിന്ന് ഒരു കൃത്തികയെ ഉണ്ടാക്കി. കൃത്തിക എന്ന് പറഞ്ഞാൽ ഒരു ഭൂതം ജ്വലിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ദഹിപ്പിക്കാനായിക്കൊണ്ട് നേരെ വന്നു. അങ്ങനെ അംബരീഷന്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള ഈ കൃത്തികയെ കണ്ട് അംബരീഷൻ പക്ഷെ കുലുങ്ങിയില്ല. നിന്നിടത്ത് നിന്ന് ചകാല പദാതെന്ന് പറയും, പദത്തിൽ നിന്ന് നിന്നിടത്തുനിന്ന് ചലിച്ചേയില്ല. അദ്ദേഹം എല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തുകൊണ്ട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് തൊഴുകയോടെ ആ കൃത്തിക തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഭഗവാന്റെ ഇച്ഛ എന്ന് ഭഗവാനിൽ സറണ്ടർ ചെയ്തുകൊണ്ട് നിന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ നേരെ ഈ കൃത്തിക ദഹിപ്പിക്കാനായിട്ട് വരുമ്പോഴേക്കും ഭഗവാൻ നിയോഗിച്ച സുദർശന ചക്രമുണ്ട് അല്ലേ, അത് സൂക്ഷ്മമായിട്ട് ഇദ്ദേഹത്തിന്റെ ചുറ്റും വലയം ചെയ്തുകൊണ്ടിരുന്നു. അതവിടെ അഗ്നി ജ്വാലയായിട്ട് പ്രത്യക്ഷമായി ഈ കൃത്തികയെ ദഹിപ്പിച്ചു കളഞ്ഞു. സുദർശന ചക്രം കൃത്തികയെ ദഹിപ്പിച്ചു. ആ സുദർശന ചക്രം തന്നെ ദുർവാസാവിന്റെ നേരെ പാഞ്ഞു. ഇത് പ്രയോഗിച്ച ആളുടെ നേരെ പാഞ്ഞു. ദുർവാസാവ് തന്റെ നേരെ വരുന്ന ഈ സുദർശനത്തെ കണ്ട് ഭയപ്പെട്ട് ലോകം മുഴുവൻ ഓടുകയാണ്. എവിടെ ഓടിയാലും തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് പുറകിലുണ്ട് ഇപ്പൊ ശരിയാക്കുന്നുള്ള മട്ടില്. അങ്ങനെ എവിടെ പോയിട്ടും രക്ഷയില്ലാതെ അദ്ദേഹം നേരെ ബ്രഹ്മലോകത്തേക്ക് ഓടിച്ചെല്ലും. അപ്പോ ബ്രഹ്മാവ് മുത്തശ്ശനാണ് ഒരു കണക്കിന് അല്ലെ, അത്രിയുടെ അച്ഛനാണ്, രുദ്രന്റെയും അച്ഛനാണ്. അപ്പൊ എല്ലാ തരത്തിലും മുത്തശ്ശനായിട്ടുള്ള ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ബ്രഹ്മദേവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ ഈ ലോകം തന്നെ ദഹിച്ചു കളയും, എനിക്ക് തടയാൻ പറ്റില്ല സുദർശനത്തെ, അതുകൊണ്ട് നീ എന്നെ കൂടി നശിപ്പിക്കരുത്, ഈ ലോകത്തെ നശിപ്പിക്കരുത്, ഇവിടുന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞ്, ഞാൻ ആളല്ല, അത് വിഷ്ണുവിന്റെ ചക്രമാണ്, വിഷ്ണുവിന്റെ ചക്രത്തെ തടയാൻ എന്നെ കൊണ്ടാവില്ല, പൊക്കോളൂ പറഞ്ഞ് ഓടിച്ചു വിട്ടു. അങ്ങനെ ദുർവാസാവ് അവസാനം രുദ്രന്റെ അടുത്തേക്ക് ചെന്നു. രുദ്രൻ തന്റെ പിതാവാണ്. അപ്പൊ മഹാദേവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോ മഹാദേവനും പറഞ്ഞു, അയ്യോ ഇത് വിഷ്ണുവിന്റെ ചക്രമാണ്, എനിക്ക് രക്ഷിക്കാനാവില്ല, നീ ഇവിടെ നിൽക്കണ്ട, പൊക്കോളൂ എന്ന് അദ്ദേഹവും ഉപേക്ഷിച്ചു. അങ്ങനെ ഗതികെട്ട് പിന്നെ അദ്ദേഹം വിഷ്ണുവിന്റെ ലോകത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോ വിഷ്ണു ഭഗവാന്റെ കാൽക്കൽ ചെന്ന് വീണു. അപ്പൊ വിഷ്ണു ഭഗവാൻ ഇദ്ദേഹത്തോട് പറയും, ഞാനേ ഭക്തപരാധീനനാണ്, അഹം ഭക്തപരാധീനോ ഹി അസ്വതന്ത്രൈവ ദ്വിജ സാധുവിർഗ്രസ്തഹൃദയോ ഭക്തജനപ്രിയ. ഞാൻ എന്റെ ഭക്തന്മാർക്ക് അധീനനാണ്, എനിക്ക് സ്വാതന്ത്ര്യമില്ല, ഞാൻ അവരുടെ ദാസനാണ്, ഞാൻ അസ്വതന്ത്രനാണ്, എന്റെ മനസ്സ് സജ്ജനങ്ങൾ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ ഭക്തജനപ്രിയനാണ്. അതുകൊണ്ട് ഈ സുദർശനത്തിൽ നിന്ന് എനിക്ക് അങ്ങയെ രക്ഷിക്കാനാവില്ല. എനിക്ക് ഭക്തന്മാരാണ് ഏറ്റവും പ്രിയപ്പെട്ടവര്. ആ ഭക്തനായിട്ടുള്ള അംബരീഷിന് വേണ്ടി ഞാൻ ഈ സുദർശനത്തെ കൊടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ സുദർശനം എന്റെ നിയന്ത്രണത്തിൽ അല്ല, അത് അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് അങ്ങ് അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് ക്ഷമാപണം ചെയ്യൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങേക്ക് അഭയം തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ വിഷ്ണു പോലും ഉപേക്ഷിച്ചപ്പോ ആ അംബരീഷൻ ദുർവാസാവ് നേരെ പാഞ്ഞ ഭൂമിയിലേക്ക് യമുനാ തീരത്ത് ആ മധുവനം പറഞ്ഞ വൃന്ദാവനത്തിലാണ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഇത്രയൊക്കെ അദ്ദേഹം കറങ്ങി വരുമ്പോഴേക്കും 1 വർഷം കഴിഞ്ഞു. ഈ ലോകങ്ങളൊക്കെ കറങ്ങി വരുമ്പോഴേക്ക് 1 വർഷം കഴിഞ്ഞു. പക്ഷെ ഇദ്ദേഹം ഈ അംബരീഷൻ ഇപ്പോഴും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണ് ഈ ദുർവാസാവിനെ. അദ്ദേഹം വന്നിട്ടേ അദ്ദേഹത്തിന് ആപത്തൊന്നും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തന്നെ ഉപദ്രവിക്കാൻ വന്ന ആളുടെ നേരെ തന്റെ നിയന്ത്രണത്തിലല്ലാത്ത ചക്രം പോയല്ലോ. അപ്പൊ അത് കാരണം അദ്ദേഹത്തിന് നാശമുണ്ടാവും വിചാരിച്ച് പേടിച്ച് അദ്ദേഹത്തിന് യാതൊരു ഹാനി ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അത് ആ ഓടി വന്ന് കാൽക്കൽ വീണു. തന്റെ കാൽക്കൽ ഇതുപോലൊരു മഹാത്മാവ് വീണപ്പോ അംബരീഷന് സഹിച്ചില്ല. അദ്ദേഹം തടയുന്നു. എന്നിട്ട് ഈ സുദർശനത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.
അംബരീഷന്റെ സുദർശന സ്തുതി 5-ാം അധ്യായത്തില് 3 മുതൽ ഉള്ള ശ്ലോകങ്ങൾ. അംബരീഷ ഉവാച ത്വമഗ്നിർഭഗവാൻ സൂര്യഃ ത്വം സോമോ ജ്യോതിഷാംപതിഃ ത്വമാപസ്ത്വം ചിരവ്യോമ വായുർമാത്രേന്ദ്രിയാണി ച സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുത പ്രിയ സർവാസ്ത്രഗാദിൻ വിപ്രായ സ്വസ്തി ഭൂയാ ഇടസ്പതേ. അപ്പൊ പറയുന്നു, പ്രാർത്ഥിക്കുന്നത് എന്താണ്? വിപ്രായ സ്വസ്തി ഭൂയ എന്ന്. ആ ബ്രാഹ്മണന് സ്വസ്തി ഉണ്ടാവട്ടെ എന്ന ഓരോ വരിയിലും പറയുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടാവരുത്. 10ഉം 11ഉം ശ്ലോകങ്ങൾ നോക്കൂ. ആ സുദർശനത്തെ സ്തുതിക്കുന്ന വരികളാണ് പിന്നെയുള്ളതൊക്കെ. അത് കഴിഞ്ഞ് 10ലും 11ലും പറയുന്നു, ഞാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യദ്യസ്തി ദത്തമിഷ്ടം വാ സ്വധർമ്മോ വാ സ്വനുഷ്ഠിതഃ കുലം നോ വിപ്രദൈവം ചേത് ദ്വിജോ ഭവതു വിജ്വരഃ. ഞാൻ എന്തെങ്കിലും ദാനം ചെയ്യുകയോ യാഗം ചെയ്യുകയോ എന്റെ സ്വധർമ്മം നന്നായി അനുഷ്ഠിക്കുകയോ എന്റെ കുലത്തിൽ എല്ലാവരും ബ്രാഹ്മണനെ ഈശ്വര തുല്യമായി ദൈവമായി ആരാധിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ ബ്രാഹ്മണൻ വിജ്വരനായി ഭവിക്കട്ടെ. വിജ്വരൻ എന്നാൽ ഭയമില്ലാത്തവനായി ഭവിക്കട്ടെ, പേടിയില്ലാതാവട്ടെ, അദ്ദേഹത്തിന് അഭയം കൊടുക്കണം എന്ന് പറയണം. യദിനോ ഭഗവാൻ പ്രീതഃ ഏക സർവഗുണാശ്രയഃ സർവഭൂതാത്മഭാവേന ദ്വിജോ ഭവതു വിജ്വരഃ. അപ്പൊ സർവഗുണാശ്രയനായ ഏകനായ ഭഗവാൻ എന്റെ നേരെ പ്രീതനാണെങ്കിൽ, ഭഗവാന് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആ ഭഗവാൻ സർവഭൂതങ്ങളിലും ആത്മഭാവത്തോടുകൂടെ ആ ബ്രാഹ്മണനെയും ഏറ്റെടുക്കണം. അദ്ദേഹത്തിന് ഭയമുണ്ടാക്കരുത്, അദ്ദേഹത്തെ രക്ഷിക്കണം. അതിന് സുദർശനത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഹേ സുദർശന, ഈ ബ്രാഹ്മണന്റെ ഭയം മാറ്റിക്കൊടുക്കണം. ഭഗവാൻ എന്നിലും ലോകത്തിലും പ്രീതിയുണ്ടെങ്കിൽ. ഇങ്ങനെ ആ ബ്രാഹ്മണൻ തന്നെ ഉപദ്രവിച്ചിട്ടും, ദുർവാസാവ് തന്നെ ഉപദ്രവിച്ചിട്ടും, തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തോട് ക്ഷമയോടുകൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അദ്ദേഹം ചെയ്ത തെറ്റെല്ലാം മറന്ന് പുറത്ത് അദ്ദേഹം തന്റെ കാൽക്കൽ വീഴുന്നത് ഒരു അപരാധം പോലെ കാണുന്ന ഒരു മഹാത്മാവായിരുന്നു ഈ അംബരീഷൻ എന്ന് പറയുക. അങ്ങനെ ഇദ്ദേഹം സുദർശനത്തെ സ്തുതിച്ചതോടു കൂടിയിട്ട് ആ വിഷ്ണു ചക്രം ശാന്തമായി നാശാമ്യത് സർവതോ വിപ്രം പ്രദഹത് രാജയാജ്ഞ. ആ രാജാവിന്റെ യാജ്ഞ എന്ന് പറഞ്ഞ അപേക്ഷ കൊണ്ട് വിപ്രനെ ദഹിപ്പിച്ചുകൊണ്ടിരുന്ന ആ സുദർശനം അശാമ്യത എല്ലാ ഭാഗത്തു നിന്നും ശമിച്ചു എന്നർത്ഥം. അങ്ങനെ അസ്ത്രാഗ്നിതാപേന മുക്തഃ ദുർവാസ സ്വസ്തിമാൻ. ദുർവാസാവ് സ്വസ്തിമാനായി മാറി. പ്രശംസതമുർവീശം യുജാല പരമാശിഷഃ. ആ രാജാവിനെ സ്തുതിച്ചു. അനേക എന്താ പറയാ അനുഗ്രഹങ്ങളും ആശംസകളും കൊടുത്തു. അങ്ങേക്ക് എല്ലാ നന്മയും ഉണ്ടാവട്ടെ, അങ്ങ് ദീർഘായുസ്സായി ഭവിക്കട്ടെ, അങ്ങ് ആഗ്രഹിച്ചതൊക്കെ സാധിക്കട്ടെ എന്നുള്ള മട്ടില് ഈ ബ്രാഹ്മണൻ ദുർവാസാവ് അംബരീഷനെ അനുഗ്രഹിച്ചു. എന്നിട്ട് ദുർവാസാവ് തന്നെ ഇദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് വിളംബരം ചെയ്യുന്നു. ദുർവാസ ഉവാച അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാകസോപിയദ്രാജൻ മംഗളാനി സമീഹസേ. ആ ഭഗവാന്റെ ദാസന്മാരുടെ മഹത്വം ഞാൻ ഇന്ന് കണ്ടു. അപരാധം ചെയ്തവനായിട്ടുള്ള എന്റെ നേർക്ക് പോലും മംഗളങ്ങളല്ലേ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇപ്പോ സജ്ജനങ്ങൾക്ക് എന്താണ് ദുഷ്കരമായിട്ടുള്ളത്, മഹാത്മാക്കൾക്ക് എന്താണ് ത്യജിക്കാൻ കഴിയാത്തത്? ഏതൊരു സജ്ജനങ്ങളാണോ ഭഗവാനെ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്, ആ ഭക്തന്മാർ എത്ര എത്ര ഉന്നതന്മാരാണ്, എത്ര ശ്രേഷ്ഠന്മാരാണ് എന്ന് പറഞ്ഞ് ഈ രാജാവിനെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്ന വരികളാണ് പിന്നെ. എന്നിട്ട് ദുർവാസാവ് തന്നെ ലോകം മുഴുവൻ പറഞ്ഞു തന്നു ഈ കഥ. അപ്പൊ ആരെങ്കിലും തനിക്ക് പറ്റിയ തെറ്റും അബദ്ധങ്ങളും തന്റെ നാണക്കേടും ലോകത്തിൽ പറഞ്ഞു നടക്കുമോ? ദുർവാസാവ് പറഞ്ഞു നടന്നു. എന്താ വെച്ചാ ദുർവാസാവിന് ആ ക്ഷിപ്രകോപയുള്ളൂ. അത് കഴിഞ്ഞാൽ ആളുടെ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആളാണ്. ഈ രുദ്രനെ പോലെ തന്നെ, രുദ്രന്റെ സ്വഭാവം തന്നെ. രുദ്രൻ ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്ര പ്രസാദിയുമാണ്. അപ്പൊ രുദ്രാംശമായിട്ട് അദ്ദേഹം ലോകം മുഴുവൻ ഈ അംബരീഷന്റെ മഹാത്മ്യം പാടി നടന്നു. തന്നോട് അംബരീഷൻ ക്ഷമിച്ച് തനിക്ക് ജീവൻ തിരിച്ചു തന്ന, തന്റെ പ്രാണനെ രക്ഷിച്ച, തന്നോട് പൊറുത്ത ആ മഹാത്മാവായ അംബരീഷന്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു നടന്നു, പാടി നടന്നു.
ഈ കഥ ആരാണോ എപ്പോഴും കീർത്തിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരും ഭഗവാന്റെ ഭക്തന്മാരായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഫലശ്രുതിയോടുകൂടിയിട്ടാണ് ഈ അംബരീഷന്റെ ചരിതം അവസാനിക്കുന്നത്. അപ്പൊ ഇനിയും ഈ വംശങ്ങള് എടുത്ത് വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.